നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ള ആളിനെ കണ്ട ഒരു പക്ഷേ മുഖം കണ്ടാൽ നിങ്ങൾക്ക് പരിചിതമാകണമെന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ക്യാമറ കണ്ണുകളിലൂടെയാണ് നമ്മൾ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട പല സിനിമകളും കണ്ടത്. അദ്ദേഹത്തിൻ്റെ പേര് സന്തോഷ് തുണ്ടിയിൽ നിന്നാണ്. നമസ്കാരം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സന്തോഷ് തുണ്ടിയിൽ നിന്നൊക്കെ ഞാൻ പണ്ട് തൊട്ട് കേട്ടിട്ടുണ്ട്, അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സന്തോഷ് തുണ്ടിയിൽ എന്നൊക്കെ പറയുന്നത് നമുക്കൊക്കെ അപ്രാപ്യനായ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അടുത്ത കാലത്ത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുകയും അപ്പോഴാണ് സന്തോഷ് പറഞ്ഞത് എൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന്. അപ്പോൾ തന്നെ ഞാൻ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ സന്തോഷെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സന്തോഷ് ആകെ 50 സിനിമകളുടെ ഛായാഗ്രാഹകനായിരുന്നു. പക്ഷേ സിനിമ മലയാളം നോക്കുകയാണെങ്കിൽ 6-7 സിനിമകളേ ഉള്ളൂ, ബാക്കി മുഴുവൻ ഹിന്ദിയിലാണ്. ഞാനിപ്പോൾ ഈ സന്തോഷിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ നമുക്കൊക്കെ അപ്രാപ്യമെന്ന് കരുതാവുന്ന ഷാരൂഖ് ഖാനോ അല്ലെങ്കിൽ അക്ഷയ് കുമാറോ അങ്ങനെയുള്ളവരുടെയൊക്കെ സിനിമകളാണ് ചെയ്തിരിക്കുന്നത്. അവരൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത മിക്ക സിനിമകളുടെയും സിനിമോഗ്രാഫർ സന്തോഷായിരുന്നു. അപ്പോൾ കുച്ചു കുച്ചു ഓത്താഹെ എന്ന നമ്മളെല്ലാവരും ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സിനിമ തന്നെയല്ല, അതിനെപ്പറ്റി പറയപ്പെടുന്നത് ഇന്ത്യയിലെ ഒരു വിഷ്വൽ സാധ്യത, ഇന്ത്യൻ സിനിമകളുടെ വിഷ്വൽ സാധ്യത ഏറ്റവും അധികം ഉപയോഗിച്ച സിനിമ, അല്ലെങ്കിൽ ഏറ്റവും ഇപ്പോൾ വരുന്ന സിനിമകളുടെ ആ ഒരു ട്രെൻഡിലേക്ക് വിഷ്വൽ കൊണ്ടുവന്ന സിനിമ എന്നൊക്കെയാണ് നമ്മൾ അതിനെപ്പറ്റി പറയുന്നത്. കൊച്ചു കൊച്ചു ഓത്താഹെ തുടങ്ങിയാണ് ഹിന്ദി സിനിമകളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ സന്തോഷിൻ്റെ കാര്യത്തിൽ. അതിനുശേഷം കൃഷ് എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമ, അതുപോലെ ധാരാളം സിനിമകൾ, അങ്ങനെയുള്ള സിനിമകളുടെ എല്ലാം സിനിമോട്ടോഗ്രാഫറാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മലയാളത്തിലെ സിനിമകളുടെ എണ്ണം കുറഞ്ഞു പോയത്. തന്നെയല്ല, നമ്മൾ ശ്രദ്ധിക്കുന്ന നാഷണൽ ലെവലിലേക്കുള്ള ധാരാളം അഡ്വർടൈസ്മെൻറ്റുകളുടെയൊക്കെ ക്യാമറ ചെയ്ത് സന്തോഷമാണ്. അപ്പോൾ അത്ര പല കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. ചങ്ങനാശ്ശേരിക്കാരനാണ്, ഇപ്പോൾ കൊച്ചിയിൽ താമസമാക്കിയിരിക്കുകയാണ്. അധികകാലമായിട്ടില്ല, കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അപ്പോൾ സന്തോഷിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ സന്തോഷ് തുണ്ടിയിൽ എന്നൊക്കെ ആദ്യം തൊട്ട് കേൾക്കുമ്പോൾ ഇത് നമ്മൾക്കൊന്നും അടുക്കാൻ പറ്റാത്ത യാതൊരു മലയാളിത്വവും ഇല്ലാത്ത, യാതൊരു മലയാളിത്വവും ഇല്ലാത്ത ഏതോ ഒരു മലയാളി എന്ന് വിചാരിച്ചിരുന്നെങ്കിലും, പക്ഷേ ഞാൻ വായിച്ച് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ചങ്ങനാശ്ശേരി ജനിച്ച് ഡിഗ്രി വരെ ചങ്ങനാശ്ശേരി തന്നെ പഠിച്ചു അല്ലേ? ചങ്ങനാശ്ശേരി SP കോളേജിലായിരുന്നു ഗ്രാജുവേഷൻ, കെമിസ്ട്രി BSc. അപ്പോൾ ഈ പറഞ്ഞ അതിനുശേഷം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി. അതിനുശേഷം പൂന പക്ഷേ കിട്ടാനായിട്ട് 2-3 വർഷം എടുത്തു. 3 വർഷം ട്രൈ ചെയ്തതിന് ശേഷമാണ് പൂന കിട്ടിയത്. അപ്പോൾ അത് കിട്ടാൻ അടങ്ങില്ല, അതുകൊണ്ടേ പോകും. അങ്ങനെ അപ്പോൾ ആ ഡിഗ്രി വരെ പഠിക്കുന്നവരെ എന്തെങ്കിലും ഈ ക്യാമറ ആയിട്ടുള്ള അങ്ങനെയൊന്നും ഇല്ല, ഉണ്ടായിട്ടില്ല. ഡിഗ്രിയുടെ ഒരു അവസാന സമയമാകുമ്പോഴാണ്, 3rd ഇയർ ആകുമ്പോഴത്തേക്കിനാണ് നമുക്ക് ഇങ്ങനെ ഒരു വെളിപാടുണ്ടാകുന്നത്. അതൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആദ്യ വർഷം തന്നെ ഞാൻ എൻട്രൻസിന് എഴുതി. ഇതിന് 2 പാർട്ടുണ്ട് ഈ FTAയുടെ എൻട്രൻസ്. ഒന്നൊരു റിട്ടേൺ എക്സാം, പിന്നെ അവിടെ പോയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ പൂനെയിൽ. അപ്പോൾ ആദ്യ വർഷം തന്നെ എനിക്ക് ഇതിന് കിട്ടി, എൻട്രൻസ് കിട്ടി. റിട്ടേൺ അങ്ങോട്ട് വിളിച്ചു. അവിടെ പോയി ഒരാഴ്ചത്തെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അവിടെ ചെന്ന് ഈ ക്യാമ്പസും പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഇത് മതി എന്നൊക്കെ തീരുമാനിച്ചു. അങ്ങനെയാണ് സ്ട്രക്കായത്. ശരി. അപ്പോൾ SP കോളേജ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജിൽ നിന്ന് അവിടെ ചെന്ന് അതായിരിക്കും മനസ്സിൽ പ്രധാനമായിട്ട് വന്നല്ലേ? അതല്ല, പൂനെയുടെ ഒരു അറ്റ്മോസ്ഫിയർ, പൂന സിറ്റി എന്തോ ക്യാമ്പസ് അവിടെ പഠിച്ചിട്ടുള്ള ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പഴയവരും പുതിയവരായിട്ടുള്ള ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സെക്കൻഡ് ഹോം പോലെയല്ല. അപ്പോൾ അന്ന് ഈ സിനിമകളോട് അത്ര താല്പര്യം ഉണ്ടായിട്ടാണോ? സിനിമകളോട് ഒരു സാധാരണ മലയാളിക്ക് ഉണ്ടാകുന്ന അത്ര ഒരു താല്പര്യമൊക്കെ ഉള്ളൂ. അത് പ്രത്യേകിച്ച് അമിതമായിട്ടുള്ള ഒരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ സിനിമയും ഫോട്ടോഗ്രാഫിയും ആദ്യം ഞാൻ ആ സമയത്ത് തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ലേഖനം ഉണ്ടായിരുന്നു FTA കുറിച്ച്, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. ആ ലേഖനം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായി. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ സിനിമാറ്റോഗ്രാഫി ആണോ ഡയറക്ഷൻ ആയിരുന്നു, എന്തൊക്കെയായിരുന്നു മനസ്സിൽ? അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവിടെ ചെന്ന് ഒരു ഡയറക്ഷനിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം സിനിമാറ്റോഗ്രാഫി ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു സസ്റ്റെയിൻ ചെയ്യാൻ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ് മൊത്തത്തിൽ. അപ്പോൾ അതുകൊണ്ട് സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ട് ഡയറക്ഷനിലേക്ക് പോകാമെന്നായിരുന്നു ആദ്യത്തെ ഒരു പ്ലാൻ. അപ്പോൾ പക്ഷേ അവിടെ ചെന്ന് ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ ഞാൻ അങ്ങനെ പറഞ്ഞു. നമ്മുടെ ഷാജി സാറായിരുന്നു, ഷാജിക്കാരനായിരുന്നു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ചെയർമാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ അത് ഡയറക്ഷൻ പഠിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിട്ടു. എൻ്റെ മനസ്സിൽ രണ്ടും ഉണ്ട്. ഇത് 2 സിനിമയുടെ ഒരു വളരെ എന്താ പറയുക, മാറ്റി നിർത്താൻ പറ്റാത്ത കാര്യങ്ങളാണ്. അങ്ങനെ അടുത്ത ഇന്റർവ്യൂവിനോട് അത് ഫോക്കസ് അല്ലെന്ന് പുള്ളിക്ക് തോന്നി, അങ്ങനെ തോന്നിക്കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുപോലെ ഇതിനെന്തിനാന്നുള്ള എന്തോ തോന്നിയ. അതിനുശേഷം അടുത്ത വർഷം പിന്നെയും എഴുതി, പിന്നെയും ഇൻ്റർവ്യൂവിന് വിളിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് KG ജോർജ് ആയിരുന്നു എൻ്റെ ബോർഡ് ചെയർമാൻ. അന്ന് പിന്നെ നമ്മൾ സിനിമാറ്റോഗ്രാഫി എന്നുള്ളൊരു കാര്യം പറഞ്ഞു, ഡയറക്ഷൻ എന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ
കിട്ടിയ ആ വർഷം. മൂന്നാമത്തെ വർഷമാണ് കിട്ടുന്നത്. ഓ ശരി. അപ്പോൾ ഈ വീട്ടിൽ എന്തെങ്കിലും സിനിമ ബന്ധങ്ങളുള്ള ആരെങ്കിലും ഉണ്ട്? വീട്ടിൽ ഫാദർ സിനിമയായിട്ട് ബന്ധമില്ലെങ്കിലും നാടകം പുള്ളി അന്ന് ചങ്ങനാശ്ശേരി ഗീത എന്ന് പറഞ്ഞൊരു വലിയൊരു ചാച്ചപ്പൻ ആലുമൂടനും ഇതൊക്കെ ഒരു ഈ അവരുടെ കൂടെ ആ സമയത്ത് പുള്ളി നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി വൺ ഓഫ് ദ ലീഡിങ് ആക്ടേഴ്സ് ആയിരുന്നു ഗീതയുടെ. പിന്നീട് അങ്ങ് വിട്ടു. വേറെ ജോലി ഉണ്ടായിരുന്നു? ഇല്ല, ആ സമയത്ത് നാടകം അങ്ങനെയൊക്കെയുള്ള പരിപാടിയായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി കെമിസ്റ്റായിട്ട് ഉള്ള ജോലിയിൽ ഈ പറഞ്ഞല്ലോ വളരെ വ്യത്യസ്തമായ മേഖലയിലേക്ക്. അപ്പോൾ എങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് തുടങ്ങേണ്ട ഒരു വാഹനങ്ങളിലാണല്ലോ. അപ്പോൾ വാഹനങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് ഇനി വീണ്ടും സിനിമയിലേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ ഇത് MS രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ ബോംബെക്കാരനാണോ ഇപ്പം? ബോംബെക്കാരനാണ്. ഞാൻ ബോംബെയിലാണ്, വീടൊക്കെ ബോംബെ തന്നെയുണ്ട്. വർക്കുള്ളപ്പം ബോംബെക്ക് പോകും. ഇത് ഫ്രീ. നേരത്തെ എങ്ങനെയായിരുന്നു, വർക്ക് ഇല്ലാത്തപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും. അങ്ങനെയുള്ളൊരു സാഹചര്യം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു. ഇപ്പം വർക്കില്ലെങ്കിൽ ഇവിടെ തങ്ങുക, വർക്കുള്ളപ്പോൾ അങ്ങോട്ട് പോകുക രീതിയാണ്. കാരണം കൂടെ ഒന്നാമത് പേരൻസ് ഉണ്ട് ഇവിടെ. പേരൻസ് കുറച്ച് ഏജ് ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കാര്യം കൂടെ ഒക്കെ ഇടയ്ക്ക് നോക്കാം. അപ്പോൾ അവർ ചങ്ങനാശ്ശേരി അല്ല, കൊച്ചിയിൽ കൊച്ചിയിലൊക്കെ ആയിട്ട് ഒന്നും പോയേക്കുന്നത്. ചങ്ങനാശ്ശേരി വീടുണ്ട്. അപ്പോൾ ഈ ഹൈക്കോർസ് എത്ര കാലം എടുത്തിട്ട്? ഇത് ആദ്യം ഇത് ഇറങ്ങിയ സമയത്ത് നമ്മൾ ബുക്ക് ചെയ്ത് അന്നൊക്കെ അറിയാമല്ലോ, 1 വർഷത്തെ ബുക്കിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 1 year 4 months എന്തായി. അപ്പോൾ എങ്ങനെ അതിന് മുമ്പൊക്കെ ഏത് വണ്ടിയൊക്കെ ആയിരുന്നു? അതിന് മുമ്പ് കുറേ വണ്ടികളുണ്ടായിരുന്നു. എനിക്ക് വിചിത്രമായ വണ്ടികൾ എടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് അതെൻ്റെ വൈഫാണ് നിർത്തിച്ചത്. പിന്നീട് ഇത് കൊടുക്കാൻ നേരം ഇത് ആദ്യം എൻ്റെ വണ്ടി ഏതെന്നറിയോ? സിയന വീക്കെൻഡ്. അത് പിന്നെ ഡസ്റ്റർ വന്നപ്പോൾ ഇതെല്ലാം ആരും പരീക്ഷിക്കുന്നതിന് നമ്മൾ തന്നെ പരീക്ഷിച്ചു. അങ്ങനെ കുറേ വണ്ടികളുണ്ടായിരുന്നു. സിറ്റി. ശരി. അപ്പോൾ ഇത് ബോംബെ നിന്ന് ഓടിച്ചു വരികയായിരുന്നു? അതെ. ഇത് ഞാൻ 2 പ്രാവശ്യം ബോംബെക്ക് പോയിട്ട് വന്നിട്ടുണ്ട്. എന്താണ് അഭിപ്രായം ഹൈക്കോർസിനെ പറ്റി? നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ എല്ലാ വണ്ടികളിലും ഇപ്പം മേബാക്ക് ഉൾപ്പെടെ ഉള്ള വണ്ടികളിലൊക്കെ ട്രാവൽ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. ലാൻഡ് റോവർ, മേബാക്ക്, അത് ഇത് അങ്ങനെ ഫെരാരിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരിക്കലും ഒരു ഷൂട്ടിങ്ങിൽ ഒരാൾ ഉപയോഗിച്ചപ്പോഴേ അതിന് ഓടിച്ച ആൾ പറഞ്ഞു, ഇതൊന്നും ഡ്രൈവ് ചെയ്യുന്ന പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ പ്ലഷർ, ഇറ്റ്സ് എ പ്രഷർ. സൂക്ഷിച്ചിട്ട് ഇറ്റ്സ് എ പ്രഷർ എന്ന് പറഞ്ഞു. അതുകൊണ്ട് വിദേശങ്ങളിലൊക്കെ ആണെങ്കിലും ചില പലപ്പോഴും നമ്മൾ എല്ലാ തരം വണ്ടികളിൽ യാത്ര ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഇന്നോവ. അത് ഷൂട്ടിങ്ങിന് എപ്പോഴും എത്രയോ കിലോമീറ്റേഴ്സ് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അത്രയും ഒരു കംഫർട്ട് എനിക്ക് വേറെ ഒരു വണ്ടിയിലും തോന്നിയിട്ടില്ല. അത്രയും പ്രത്യേകിച്ച് ലോങ് ഡിസ്റ്റൻസ് ട്രാവലിൽ അത്രയൊരു ഈസ് ഓഫ് ട്രാവൽ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിയുമ്പോഴത്തേനാണ് ഇവർ ഹൈക്രോസായിട്ട് വരുന്നത്. ഇന്നോവയുടെ പഴയ മോഡൽ എനിക്ക് അത്ര ഇതില്ലായിരുന്നു, അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെയാണ്. ഇത് കുറച്ചുകൂടി ഒരു SUV ഇതിലേക്ക് വന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഈ പറഞ്ഞ പോലെ പരീക്ഷണ സ്വഭാവമുള്ളതുകൊണ്ട് ആദ്യം തന്നെ ബുക്ക് ചെയ്തു. പക്ഷേ ഉപയോഗിച്ച് കഴിയുമ്പോൾ വളരെ ഹാപ്പിയാണ്. കാരണം എന്താ പറയുന്നത്, ഒന്നാമത്തെ എൻ്റെ 2 കൺസിഡറേഷനുള്ളൂ. എനിക്ക് സ്പേസ്, കംഫർട്ട്, ഇത് രണ്ടും വേണം. സ്പേസിൽ ഞാൻ ഒരിക്കലും ഈ ജീപ്പ് ടെസ്റ്റ് ഡ്രൈവിന് കയറി. ജീപ്പിൻ്റെ ടെസ്റ്റ് ഡ്രൈവിന് കയറിയപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ എൻ്റെ തലയിടിച്ചു. അപ്പം തന്നെ അതിനകത്ത് കയറി കഴിഞ്ഞാലും വണ്ടി നല്ല വണ്ടിയൊക്കെയാണ്, പക്ഷേ ഭയങ്കരമായിട്ടൊരു ക്രാംഡ് ഫീൽ ഉണ്ടാകും. അങ്ങനെയുള്ള വണ്ടികൾ പറ്റില്ല. സ്പേസ് ഇത് ഭയങ്കര പ്ലസന്റ്, ഇന്റീരിയർ ഒക്കെ അല്ലേ? ഇന്റീരിയർ വളരെ പ്ലസന്റ് ആണ്. സ്പേസ് ഉണ്ടല്ലോ, പുറകിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര സ്പേസ് ഉണ്ട്. അത്യാവശ്യം മൈലേജും ഉണ്ടാവും. മൈലേജ് എനിക്കിപ്പം നമ്മളിപ്പോൾ റെഗുലർ ഈ ചങ്ങനാശ്ശേരി ഇങ്ങോട്ട് പോയി വരുമ്പോൾ ഒരു 20 ഒക്കെ എടുത്ത് വരുന്നത്. 20 ഒക്കെ എടുത്തിടുന്നുണ്ട്. ഇത്രയും വലിയ വണ്ടിക്ക് വളരെ റിലാക്സ് ഡ്രൈവിംഗ് ആണ് ഞാൻ. നമുക്ക് ഈ ഓവർ ഇതൊന്നും ഇല്ല, എന്തോസിയാസം ഒന്നും ഇല്ല. റിലാക്സ് ഡ്രൈവിംഗിൽ 20. ഇനി റാഷായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ 15-16. എന്നാലും ബോംബെയിൽ ജീവിച്ചിട്ട് കൊച്ചിയിൽ വന്ന് ജീവിക്കുന്നതുകൊണ്ട് ഈ ട്രാഫിക് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇത് എനിക്ക് വളരെ പോരാന്ന് തോന്നി. ഇടയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ മറ്റേ MG റോഡ് അതിലേക്ക് പോയിട്ട് വരുമ്പോൾ നല്ലപോലെ പെട്ടെന്ന് അഴിഞ്ഞു പോകും. ഇല്ല, അങ്ങനെ ഒരു ട്രാഫിക് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഈ ബോംബെയിലുള്ള സമയത്ത് പൂനെയിലേക്കൊക്കെ സ്ഥിരമായിട്ട് ഡ്രൈവ് ചെയ്യുമായിരുന്നു. പൂനെ ഞാൻ ഒന്നാമത് ക്ലാസ് എടുക്കാൻ പോകാറുണ്ടായിരുന്നു പൂനെയിൽ. പിന്നെ അങ്ങനെ പൂനെ ലോണാവാല നമ്മുടെ സ്ഥിരം റൂട്ടാണ്. അത് ഒരു റിലാക്സ് ആയിട്ട്. അത് പിന്നെ അത് ഈ ബോംബെ ഒന്ന് കടന്നു കിട്ടാം, പനവേലൊന്ന് കടന്നു കിട്ടുക എന്നുള്ള ഒരു പ്രശ്നമുള്ളൂ. പനവേൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഒരു സ്ഥിരം ഷൂട്ടിംഗ് സ്ഥലമാണ്, വീഡിയോകൾ സ്ഥിരമായിട്ട് ഷൂട്ടിംഗ് സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചങ്ങനാശ്ശേരിയിൽ ജനിച്ചു വളർന്ന് ഇന്ത്യൻ സിനിമയുടെ തന്നെ നമ്മളെ ഞെട്ടിക്കുന്ന പല സിനിമകളിലും സിനിമാറ്റോഗ്രാഫറായിട്ട് വളർന്ന കഥയാണ് ഇത് നമുക്ക് കേൾക്കാനുള്ളത്. കാരണം അത്ര എളുപ്പമല്ല ഇവിടെ, പ്രത്യേകിച്ച് ഈ മലയാളികൾ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസ് എന്ന് പറയുന്നതിനോട് എപ്പോഴും ഒരു അവേർഷൻ അല്ലേ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാകാറുണ്ട് പല കാര്യങ്ങളിലും. അത് ഈവൻ നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരിൽ പോലും അങ്ങോട്ട് അടുപ്പിക്കാത്തൊരു സംഭവമുണ്ട്. എന്നിട്ട് പോലും സന്തോഷം എങ്ങനെ ഈ ഒരു തലപ്പത്തെത്തി എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ആദ്യത്തെ സിനിമ പ്രണയവർണ്ണങ്ങൾ അല്ലേ, സിബിസാറിൻ്റെ. അപ്പോൾ അത് പൂനെയിൽ പഠിച്ച് ഇറങ്ങി എനിക്ക് തോന്നുന്നു ഉടൻ തന്നെ അത് ചെയ്യാൻ പറ്റി അല്ലേ? ഒരു മൂന്നാമത്തെ വർഷം. അപ്പോൾ ആ 3 വർഷം എന്ത് ചെയ്തു?
പല വർഷങ്ങളായിട്ട് അസിസ്റ്റ് ചെയ്യായിരുന്നു. ആദ്യം കുറേ നാൾ ബോംബെയിൽ അസിസ്റ്റ് ചെയ്തു. വിനോദ് പ്രധാൻ, വീരേന്ദ്ര സേനി, അങ്ങനെ. പിന്നീട് അതിന് ഗോവിന്ദ് നിലാനി ഫീച്ചർ ഫിലിമിൽ. പിന്നെ ഇവിടെ വന്നിട്ട് വേണു സാറിനെ അസിസ്റ്റ് ചെയ്തു. ആളുടെ കൂടെ 3 ഫിലിം വർക്ക് ചെയ്തു. സുഹൃതമായിരുന്നു എൻ്റെ ആദ്യത്തെ ഫീച്ചർ ഫിലിം ഇവിടെ മലയാളത്തിൽ അസിസ്റ്റ് ചെയ്തു, MD സാർ. പിന്നെ അതെല്ലാമായിട്ട് 2-3 വർഷം കടന്നു. അപ്പോൾ ഈ സിബി സാർ ധാരാളം സിനിമാറ്റോഗ്രാഫറെ മലയാളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ആളൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് സന്തോഷിലേക്ക് കണ്ണെത്തിയത് അതിൻ്റെ? ഞാൻ വേണു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തേത് സിന്ദൂർ രേഖ എന്ന് പറഞ്ഞൊരു പടമായിരുന്നു. അത് സുരേഷ് ഗോപി ശോഭന. അപ്പോൾ അതിൽ അസിസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അസിസ്റ്റ് ചെയ്ത സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് സിബി സാർ എന്നെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ അധികം സംസാരിക്കാത്ത ആൾ, ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു നേച്ചറാണ്. അതുകൊണ്ട് അധികം അങ്ങനെ ഒന്നും ഓവറായിട്ട് നമ്മൾ കാണാനായിട്ട് അദ്ദേഹം എന്തോ നോട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നോട്ട് ചെയ്തപ്പം പിന്നെ പ്രണയവർണ്ണങ്ങൾ സിബി സാറിൻ്റെ സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ സിനിമയായിരുന്നു. എന്നാൽ ഇവനെ പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ പോലും അതിലെ താരനിരയൊന്നും മോശമല്ല. മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഏറ്റവും നല്ല സിനിമകളാണ് മഞ്ജുവിൻ്റെ തുടക്കകാലമായിരുന്നു. അന്നേ മഞ്ജുവിലെ സ്പാർക്ക് തോന്നിയിരുന്നോ? പിന്നെ അത് എനിക്ക് ആദ്യം സിബി സാർ വിളിച്ച് പറഞ്ഞ് ആരാണ് ഹീറോയിൻ എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു വാര്യർ എന്നൊക്കെ പറയും. മഞ്ജു വാര്യർ ഇപ്പോൾ ഒരു നോർമൽ ലുക്കിംഗ് ഗേളാണല്ലോ, ഒരു സിനിമാ നടി എന്നുള്ള ഒരു തരത്തിലുള്ളൊരു ഗ്ലാമർ ലുക്കൊന്നും അല്ലല്ലോ. പക്ഷെ ഞാൻ ഈ ഷൂട്ടിനിടയ്ക്ക് നമ്മൾ ഈ സൂം ലെൻസ് ഒക്കെ ഉണ്ടല്ലോ, സൂം ലെൻസിനകത്തൊരു ക്ലോസപ്പ് ഒക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെ ഈ മുഖത്തുള്ള എക്സ്പ്രഷൻസ് കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അന്തം വിട്ടു. അത് ഞാൻ പറഞ്ഞില്ല, ഈ 2 പേരിലാണ് ഞാനത് പ്രത്യേകിച്ച് കണ്ടത്. ഒന്ന് ലാൽ സാറും ഒന്ന് മഞ്ജു. ഭയങ്കരമായ ആ ഒരു ഹിന്ദി സിനിമയിലാണെങ്കിൽ അങ്ങനെ പറയാവുന്ന ആരാണുള്ളത്? ഞെട്ടിക്കുന്നെന്ന് പറഞ്ഞാൽ എല്ലാ അവറേജ് ആയിട്ടുള്ള അഭിനയം ഉണ്ടെങ്കിലും സ്ക്രീൻ പ്രസൻസിൻ്റെ കാര്യത്തിൽ സ്ക്രീൻ പ്രസൻസ് ഇങ്ങനെ ഒരു ക്ലോസ് റേഞ്ചിലുള്ള ലൈറ്റായിട്ടുള്ള അഭിനയമല്ല ഞാൻ പറയാം. സ്ക്രീൻ പ്രസൻസ് ഇപ്പോൾ അവരൊന്നും ചെയ്തില്ല എന്ന് വെച്ചു, വെറുതെ ഇപ്പം നമ്മൾ നടക്കുന്ന പോലെ നടക്കുകയാണ്. അങ്ങനെ നടന്നാൽ പോലും ഒരു സ്ക്രീനിൽ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന 2-3 പേരോട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒന്ന് അമിതാഭ് ബച്ചൻ, 2 സഞ്ജയ് ദത്ത്, അറിയാമല്ലോ സഞ്ജയ് ദത്ത്. പിന്നെ സണ്ണി ദിയോൾ. ശരി, ഞാൻ പ്രതീക്ഷിച്ച 2 പേരുകളെ രണ്ടാമത് പറഞ്ഞു. അമിതാഭ് ബച്ചൻ പറയുമെന്ന് എനിക്ക് തോന്നി, പക്ഷെ മറ്റ് 2 പേരെന്ന് പറയുന്നത് എനിക്ക് തോന്നിയില്ല അത് പറയുന്നു. അത് അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം. സഞ്ജയ് ദത്ത് എന്ന് പറഞ്ഞാൽ സഞ്ജയ് ദത്തിൻ്റെ ഞാൻ എൻ്റെ തന്നെ സിനിമ ട്രെയിലറുകൾ കാണിച്ചു തരാം. അങ്ങനെ ഒരു ഒന്നും ചെയ്യണ്ട, അവർ വെറുതെ ഇങ്ങനെ നടന്നു പോയാൽ സ്ലോ മോഷനിൽ അങ്ങനെയുള്ളൊരു ഇതുണ്ട്. അപ്പോൾ പ്രണയവർണ്ണങ്ങൾക്ക് ശേഷം പിന്നീട് നമ്മൾ വിക്കിപീഡിയ നോക്കിയാൽ കാണുന്ന ഒരു ഒറ്റ ചാട്ടമായിരുന്നു കുച്ചു കുച്ചു ഹോത്താ എന്ന് പറഞ്ഞത്. അതും കരൺ ജോഹർ എന്ന് പറയുന്ന ഒരു വമ്പൻ ഡയറക്ടറുടെ സിനിമ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രണയവർണ്ണങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തുടങ്ങുന്ന സമയമായപ്പോൾ സിബി സാറിനോട് ഞാൻ സൂചിപ്പിച്ചിരുന്നു, അവിടെ നിന്നൊരു ബോംബെയിൽ നിന്നൊരു ഫിലിം വന്നിട്ടുണ്ട്, നടക്കില്ലെന്നും അറിയില്ല, ചിലപ്പം നടന്നു കഴിഞ്ഞാൽ പോകണം എന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു അത് ഓക്കെ, നോക്കാം, നമുക്ക് വരട്ടെ, നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പക്ഷേ അതങ്ങ് സമയത്തിന് തുടങ്ങി. അതെങ്ങനെ അങ്ങനെ ഒരു വിളി അവിടെ നിന്ന് വരുന്നത്? അല്ല, അവിടെ നേരത്തെ ഞാൻ ബോംബെയിലായിരുന്നല്ലോ വർക്ക് ചെയ്ത്. അങ്ങനെ അത് വരാനുള്ള കാര്യം വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചെയ്തൊരു വർക്ക് നിഖിൽ അഡ്വാനി എന്ന് പറഞ്ഞിട്ട് ഈ കരൻ്റെ അസോസിയേറ്റ് ഒരാളുണ്ട്. അത് പുള്ളി അതിനുശേഷം ഒത്തിരി സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ അയാളുടെ സിനിമയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഈ വർക്ക് എഡിറ്റിംഗ് റൂമിൽ വെച്ച് കണ്ടു. പക്ഷേ അത് ഇൻകംപ്ലീറ്റ് ഫിലിമാണ്, ഫിലിം കംപ്ലീറ്റ് ആയിട്ടില്ല. ആ എഡിറ്റിംഗ് റൂമിൽ വെച്ച് ഇത് കണ്ടപ്പോൾ കാരണം ആ സമയത്ത് പുതിയൊരു DOP നോക്കാം എന്നൊക്കെ കരുതിയിരിക്കുക. പുതിയെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പം അങ്ങനെ ഈ നിഖിൽ ഇങ്ങനെ ഞാനൊരു സാധനം കണ്ടിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാമെന്ന് പറഞ്ഞു, കരൺ ജോഹറോട് പറഞ്ഞു. അപ്പോൾ ഈ കരൺ ജോഹറും സംഘവും ഇല്ലാണ്ട് വന്നിട്ട് ഈ ഞാൻ ഷൂട്ട് ചെയ്ത ഒരു പാട്ടും കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ. അത് ആ സിനിമ നിന്നുപോയൊരു സിനിമയായിരുന്നു, ഓൾമോസ്റ്റ് നിന്നിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇവർ വന്ന് കാണുന്നത്. അപ്പോൾ അവരിത് വന്ന് കണ്ടു, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിലേക്ക് പോകുന്നത്. അന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു ബോംബെയിൽ തങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ കരൺ ജോഹറോട് ചോദിച്ചു, അപ്പം നിങ്ങളൊരു പുതിയൊരാൾ, ഫസ്റ്റ് ഫിലിം, ഞാനും ഓൾമോസ്റ്റ് ലൈക്ക് എ ഫസ്റ്റ് ഫിലിം, എന്തിനാ സീനിയർ DOPസിനെ വല്ലതും എടുത്ത് ചെയ്താൽ പോരെ എന്നിങ്ങനെ ചോദിച്ചിരുന്നു. പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളിക്കൊരു കംഫർട്ടബിളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, കുറച്ചുകൂടെ യങ്ങർ ജനറേഷൻ ആണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, മറ്റവരാണെങ്കിൽ ഐ വിൽ ബി ഓൾവേസ് ഇൻ ഓഫ് ദം എന്നുള്ളൊരു സംഭവമാണ്. അന്ന് എത്ര വയസ്സുണ്ട് സന്തോഷം? അന്ന് എനിക്ക് തോന്നുന്നു ഒരു 30 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഷാരൂഖ് ഖാനൊക്കെയാണ് അഭിനയിക്കുന്നതെന്ന് കേട്ടപ്പം ഈ മലയാളി ചങ്ങനാശ്ശേരിക്കാരനായ ഒരു മലയാളിക്ക് തോന്നാവുന്ന ഒരു ആശങ്കയും പേടിയൊക്കെ ഉണ്ടായിരുന്നോ? ഇവരൊക്കെയാണ് വരുന്നത്? ഇല്ല, അങ്ങനെയുള്ള ഒരു പേടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആദ്യം ചെയ്യുന്ന സോങ് തന്നെയാണെന്നറിയാം, കോയി മിൽഗ എന്ന് പറഞ്ഞിട്ട്, മറ്റേ ആ കോളേജ് ഓഡിറ്റോറിയത്തിനകത്ത് ഇവിടെ റാണി വരികയൊക്കെ ചെയ്യുന്ന ആ ഒരു പാട്ടായിരുന്നു. അത് സെറ്റ് സ്റ്റുഡിയോ കണ്ടപ്പോൾ തന്നെ ഈ ഒരു പ്രദേശത്തിന്റെ വലുപ്പമായിട്ട് ഇതൊക്കെ എങ്ങനെ ചെയ്യണം,
എങ്ങനെ ചെയ്യണമെന്ന് പോലും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചോ അല്ലെങ്കിൽ ഒരു ചെറിയ സിനിമയിൽ 2-3 അസിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ നമ്മുടെ ഒരു ഗട്ട് ഫീലിംഗിലൊക്കെ ചെയ്യായിരുന്നു. എത്ര ദിവസം എടുത്താണ് ആ പാട്ട് ഷൂട്ട് ചെയ്യാൻ? പാട്ട് 4-5 ദിവസം എടുത്തു. അത് കരൺ ജോഹറിലും അതുപോലെ ഗംഭീര ഒരു ഡയറക്ടർ ഉണ്ടെന്ന് അന്ന് മനസ്സിലായോ? അത് പുള്ളിയുടെ ഒരു ഡയറക്ഷനിലേക്കാൾ നല്ലൊരു സ്ക്രിപ്റ്റിംഗ് ഇത് ഒരു സംഭവം ഉണ്ടായിരുന്ന ആളിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആള് സ്ക്രിപ്റ്റൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ ഇരുന്ന് എഴുതി വായിച്ച് സ്വയം ഇരുന്ന് കരയും, സ്വയം ഇരുന്ന് ചിരിക്കുക കരയൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് ആള്. അങ്ങനെ ഒരു ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അത് ഇത്രയും സൂപ്പർ ഹിറ്റ് ആവുമെന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ തോന്നിയിരുന്നോ കുച്ചു ചോത്താഹേ? ഇല്ല, ഷൂട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഇത്ര വലിയ ഹിറ്റ് ആകുമെന്ന് പോലും നമുക്ക് തോന്നിയിട്ടില്ല. ഒരു വലിയ ഫിലിമാണെന്നറിയാം, പക്ഷെ അത് സൂപ്പർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് അൺബിലീവബിൾ ഹിറ്റായി മാറി. ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് ടിക്കറ്റ് കിട്ടുമെന്ന് ചോദിക്കുന്നത്. അന്നൊക്കെ ഇതുപോലെ ഈസി അല്ലല്ലോ, അന്ന് മൾട്ടിപ്പിൾ സ്ക്രീൻസ് കുറവാണ്. അതുകൊണ്ട് കുറേ നാള് അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഒരു 1-2 വർഷത്തിന് ശേഷം ഒരിക്കൽ ബാലി ഇന്തോനേഷ്യയിൽ വേറൊരു ഷൂട്ടിനായിട്ട് പോയതാണ്. അപ്പം ഷൂട്ടിൻ്റെ സമയത്ത് ഫ്രീ വരുന്ന ഒരു ഈവനിങ് ഞാൻ ഇങ്ങനെ വെറുതെ വഴിക്കൂടി ഇങ്ങനെ നടക്കുക. അപ്പോൾ അവിടുത്തെ ലോക്കലായിട്ടുള്ള ബാലി 2-3 സ്ത്രീകൾ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അവരെന്നെ കണ്ട് ഇന്ത്യനാണെന്ന് തോന്നിയപ്പം അവർ ചോദിച്ചു, യുനോ രാഹുൽ? ഞാൻ പറഞ്ഞു വിച്ച് രാഹുൽ അഞ്ജലി യു ഡോണ്ട് നോ? കൊച്ചുകുച്ചിലെ ഷാരൂഖിന്റെ ക്യാരക്ടറിന്റെ പേരാണ്. ഞാൻ അന്തം വിട്ടുപോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വളരെ വലിയൊരു കോയിൻസിഡൻസ് അല്ലേ. ഇപ്പൊ എന്നോട് തന്നെ ഇത് വന്ന് ചോദിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളിലും ഈവൻ ചൈനയിൽ പോലും നമ്മൾ മറ്റേ ടിബറ്റിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഹിന്ദി സിനിമ കൊടുക്കുന്ന ഒരു സ്വാധീനം രാജ് കപൂറിന്റെ പാട്ടൊക്കെ പാടി അവിടെ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആണ് ചൈനയിലൊക്കെ എത്തുമ്പോൾ. മറ്റവരിപ്പോഴും മിഥുൻ ചക്രവർത്തിയിലേക്ക്. അപ്പൊ അത് സന്തോഷ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു വലിയ മാറ്റം എന്താ ആ സിനിമ? കാരണം ഓൾ ഇന്ത്യ അങ്ങോട്ട് ആഘോഷിച്ച സിനിമയാണല്ലോ. അതെ. എനിക്ക് ഞാൻ പറഞ്ഞില്ല, അന്നൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇതിന്റെ ഒരു വലിപ്പത്തെക്കുറിച്ചൊന്നും റിയലൈസ് ചെയ്തിട്ടില്ല. കുറെ നാൾ എടുത്ത് റിയലൈസ്. നമ്മൾ ഈ എവറസ്റ്റിലൊക്കെ കയറുമ്പോഴേ ഇത് കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ എവറസ്റ്റാന്ന് തോന്നി. നമ്മൾ ജസ്റ്റ് സീയിങ് 100 feet മേ ബി ഹാഫ് കിലോമീറ്റർ, അത് കൂടുതലൊന്നുമില്ല. ഇതിന്റെ മേളിൽ ചെന്ന് എത്തി താഴോട്ടൊക്കെ വേണ്ടി വിചാരിക്കും ഇതൊരു എവറസ്റ്റാന്ന്. ഞാൻ തന്നെ ആയിരുന്നു, നമ്മൾ തന്നെയാണോ കയറിയത് എന്ന് നമുക്ക് തോന്നിയൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഹിന്ദി സിനിമയിൽ ഈ ഒരു വലിയ തുടക്കം കിട്ടിയതിന് ശേഷം പിന്നെ ഹിന്ദി സിനിമ മതിയം തീരുമാനിച്ച എന്താണ്? അവിടുത്തെ ഒരു പൈസ കൂടുതൽ കിട്ടുന്നുള്ളതുകൊണ്ടാണോ അതോ ഫെയിം കൂടുതൽ കിട്ടുന്നുള്ളതുകൊണ്ടാണോ, എന്താണ്? അങ്ങനെയല്ലായിരുന്നു. അതായത് നമ്മൾ അവിടെ ചെന്ന് ഇത് തുടങ്ങി, ഇതിങ്ങനെ വലിയ ഹിറ്റായതോടുകൂടി അവിടെ നിന്ന് കണ്ട ആൾക്കാർ ഒത്തിരി. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൽമാൻ ഖാൻ തന്നെ പുള്ളിയുടെ ബ്രദറിൻ്റെ സിനിമ ചെയ്യാനായിട്ട് പുള്ളി പേഴ്സണലായിട്ട് വിളിക്കുകയാണ്. അതുപോലെ കുറേ ഡയറക്ടേഴ്സിനോട് ആൾ പറയുന്നു സന്തോഷിനെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയി ആൾക്കാരെ കാണുന്നു. അപ്പോൾ ഇതിങ്ങനെ ഒരു നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായി. ഈ സൽമാൻ ഖാൻ അത് വലിയ സ്റ്റാറല്ലേ, അവർ വന്ന് വിളിച്ച് നിർബന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബ്രദറിന്റെ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്ത, നമ്മൾ വളരെ ഒരു എന്താ പറയുക, യാതൊരു സിനിമാ പരിചയമില്ലാതെ ബോംബെയിലെത്തിയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലങ്ങ് നമ്മളങ്ങ് തങ്ങിപ്പോയത്. എനിക്ക് അന്നും കേരളത്തിൽ വരണം എന്നുള്ള ആഗ്രഹമായിരുന്നു. ആഗ്രഹം സാധിച്ചപ്പോൾ ഈ 6 മാസം. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുച്ചു ചോത്താല് ആ വിഷ്വൽ ഒരു ബ്യൂട്ടിയെ പറ്റി നമ്മളെ പലയിടത്തും വായിക്കുന്ന വെച്ചാൽ അത് നല്ല ഇന്ത്യൻ സിനിമയ്ക്ക് കൊടുത്ത ഒരു പുതിയ വിഷ്വൽ ട്രീറ്റ് ആണ്. എന്താണ് സന്തോഷം അതിനുവേണ്ടി എന്തെങ്കിലും മനഃപൂർവ്വം ചെയ്തോ അതോ? ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കരൻ്റെ ഒരു വിഷൻ ഉണ്ട് അതിനകത്ത്, കരൺ ജോഹറിന്റെ ഡയറക്ടറുടെ. അതായത് പുള്ളി ഇതിന് കോസ്റ്റ്യൂം ഡിസൈനറായിരുന്നു. അപ്പോൾ ഈ കളേഴ്സ്, കോസ്റ്റ്യൂം, ആ സോഫ്റ്റ്നെസ് ഓഫ് കളേഴ്സ്, അതിനെക്കുറിച്ചൊക്കെ ആൾക്ക് വളരെ ഒരു പാഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ആള് ഇതൊരു വളരെ കളർഫുള്ളായ ഒരു ഫിലിം ആയിരിക്കണം എന്നുള്ളൊരു പാഷനോടുകൂടി എല്ലാ കാര്യങ്ങളിലും അത് ഇൻകോപ്പറേറ്റ് ചെയ്തു. സെറ്റിലും കോസ്റ്റ്യൂമിലും എല്ലാം അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു. അതാണ് ആ ഒരു കളർഫുൾനെസ് ആണ് അതിൻ്റെ ഒരു. അതെ, അതായിരുന്നു ആ സമയത്ത് വളരെ ഒരു വ്യത്യസ്തമായിട്ട് നിന്നത്. ഇൻ കേസ് ഫോർ എക്സാമ്പിൾ അതിനകത്ത് ഈ കോളേജിലെ സ്റ്റേജിലേക്ക് പിള്ളേർ പേപ്പർ ഉരുട്ടി എറിയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതിന് പോലും കരൺ ജോഹർ നിർബന്ധം പിടിച്ചു. അത് സാധാരണ വെള്ള പേപ്പറിലെ ചുരുട്ടി എറിയുന്നത് കളർ പേപ്പറുകൾ, കളർ A4 സൈസിലുള്ള പേപ്പറുകൾ കൊണ്ട് അത് ചുരുട്ടി അതുകൊണ്ട് അങ്ങനെ വരെ ഇതായിരുന്നു. അപ്പോൾ ഇത്രയും കാലം ഈ ഹിന്ദി സിനിമയിൽ നിന്നിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സംവിധായകൻ ആരാണെന്നാണ് തോന്നിയത്? അങ്ങനെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സൊക്കെ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. പൊതുവെ പറയാം, ഞാനിപ്പം ഹിന്ദിയിലുള്ളവരും പിന്നെ ഈ പ്രഭുദേവയായിട്ട് ഇത് ചെയ്തു, റൗഡി റാത്തോഡ് പ്രഭുദേവയായിരുന്നു ഡയറക്ഷൻ. അങ്ങനെ വ്യത്യസ്തമായൊരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളതല്ല. ഐ വാസ് ഓൾവേസ് കംഫർട്ടബിൾ. ഈ പ്രഭുദേവയുടെ ഒക്കെ വിളി എങ്ങനെയായിരുന്നു? പ്രഭുദേവ പ്രത്യേകിച്ച് ആയതുകൊണ്ട് തമിഴിൽ നിന്നൊരു സിനിമ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടില്ല? ഇല്ലില്ല, അവർക്ക് ഇഷ്ടം പോലെ ചോയ്സ് ഉണ്ടല്ലോ അവിടെ.
പക്ഷേ ഇത് പ്രഭുദേവയുടെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് സഞ്ജയ് ലീല ബൻസാലിയായിരുന്നു. പുള്ളിയായിരുന്നു പ്രൊഡ്യൂസർ. അപ്പോൾ അവരുടെ ഓഫീസിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത്. ബൻസാലിയുടെ ഓഫീസിൽ നിന്ന് ആണ് വിളിക്കുന്നത്. ശരി, പിന്നെ ബൻസാലി പ്രഭുദേവയെ നമുക്ക് ഇൻട്രൊഡ്യൂസ് കൊടുത്തു. ബൻസാലി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ സംഭവങ്ങളൊന്നും അങ്ങനെയായിരുന്നു. ഈ നമ്മൾ മലയാള സിനിമയിൽ ഇപ്പോൾ സിനിമാറ്റോഗ്രാഫർമാരും നടന്മാരും നടിമാരും ഒക്കെ ആയിട്ട് നല്ലൊരു പേഴ്സണൽ ബന്ധമൊക്കെ ഉണ്ട്. ഹിന്ദി സിനിമ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇത്രയും ഒരു ബന്ധം അവിടെ ഇല്ല. കാരണം ഇതെന്താ വെച്ചാൽ ഒരു സിറ്റിയുടെ ഒരു പ്രോബ്ലം കൂടെയാണ്. നമ്മൾ ഒന്നാമത് ഒരു 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു മണിക്കൂർ എടുക്കുന്ന ഒരു സിറ്റിയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ കാരണം ആൾക്കാരുടെ ഒരു മീറ്റിങ്ങും അങ്ങനെയുള്ള ഫിലിം ഒരു ഗ്യാതറിങ്ങും ഒക്കെ കുറച്ച് കുറവാണ്. പിന്നെ ഇത് പാർട്ടിയിലൊക്കെ പോകുന്ന സ്വഭാവം നമുക്കില്ല. അതുകൊണ്ട് കുറച്ച് അങ്ങനെ പാർട്ടിയിൽ തന്നെ പോയി ഇരിക്കുന്നവരാണെങ്കിൽ കുറച്ചൊക്കെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ബന്ധം നിലനിർത്തണമെങ്കിൽ അത്തരം സോഷ്യൽ ലൈഫ് കുറച്ച് വേണ്ടി വരും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ നമ്മളെല്ലാം ഈ പറഞ്ഞ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അത്ഭുതത്തോടെ നോക്കിയിരുന്ന ആൾക്കാരുടെ പേരുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ. അങ്ങനെയുള്ളവരോട് സോഷ്യലൈസ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം അതുപോലും വലിയ സിനിമയുടെ സമയത്ത് ഉണ്ടാവും. മിക്കവാറും സിനിമയുടെ സമയത്ത് കുറേ പാർട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ല അതിന് ശേഷം പിന്നെ ഇതെല്ലാം വേറെ ഇതിലേക്ക് അങ്ങ് പോകും. കുറേ നമ്മൾ പോയാൽ നടക്കും. അതിൻ്റെ ആവശ്യം ഞാനങ്ങനെ പോകാറില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് മലയാളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് വീണ്ടും സന്തോഷ് ശ്രദ്ധാകേന്ദ്രമായത് ദേവദൂതൻ രണ്ടാമത് റിലീസ് ചെയ്തപ്പോഴാണ്. ധാരാളം ഇൻ്റർവ്യൂസ് ഒക്കെ വന്നു. ദേവദൂതൻ എന്ന് പറയുന്നതും ആ കാലത്ത് ശ്രദ്ധിക്കപ്പെട്ടത് കൂടുതൽ ഈ റിലീസിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു അല്ലേ? അതുപോലെ ജനങ്ങളങ്ങ് ഏറ്റെടുത്തു ദേവദൂതൻ്റെ തിരിച്ചുവരവ്. അത് അപ്പം അവിടെ കത്തി നിൽക്കുന്ന സമയത്തല്ലേ സന്തോഷ് വീണ്ടും കേരളത്തിലേക്ക് വന്ന് ദേവദൂതൻ ചെയ്തു? എന്തുകൊണ്ടാണ് പിന്നെ അങ്ങനെ അങ്ങ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചതെന്ന് ദേവദൂതൻ? അല്ല, അതിപ്പം സിവിസാറാണ് സിനിമയായിരുന്നു. അത് തന്നെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പിന്നെ ഇതൊരു വലിയൊരു വ്യത്യസ്തമായ ഒരു ഫിലിം കൂടിയായിരുന്നു. അതിൻ്റെ ആ സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. അത് അങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായപ്പോൾ അത് ഏറ്റെടുത്താണ്. പക്ഷെ അന്ന് അത് ശരിക്കും പറഞ്ഞാൽ ഫിലിം ഫ്ലോപ്പായിരുന്നല്ലോ. ഫ്ലോപ്പായിരുന്നു, എല്ലാവർക്കും വളരെ വിഷമമായിരുന്നു. അതിനുശേഷം ഇപ്പം ഇത് ഹിറ്റായി കഴിഞ്ഞപ്പോഴാണ് വളരെ അത്ഭുതം. ഞാൻ രണ്ടാമത്തെ റീ റിലീസിന് 3-ാമത്തെ ആഴ്ചയിലാണ് ഞാൻ വന്നിട്ട് ഈ വനിത എന്ന് പറയുന്ന തിയേറ്ററിൽ കണ്ടു. ഞാൻ ഒറ്റയ്ക്ക് പോയി കാണായിരുന്നു, ആരുമില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ആരും കാണില്ല, 4-5 പേര് കാണും, എന്തായാലും എനിക്ക് വലിയ സ്ക്രീനിൽ ഇതൊന്ന് കാണാമെന്ന് കരുതി പോയതാണ്. അവിടെ ഞാൻ ചെന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അതായത് ഒരു 70% ഫുൾ തിയേറ്റർ. അതുപോലെ സിനിമ തീരുന്ന ടൈറ്റിൽ പോകുന്നിടം വരെ ഒരു മനുഷ്യന് പോലും എഴുന്നേറ്റിട്ടില്ല. ഞാൻ അന്തം വിട്ടുപോയി. അതും യങ് ജനറേഷൻ കുട്ടികളായിട്ടുള്ള ആൾക്കാർ. ഈ മറ്റേ പഴയ സിനിമ ചെയ്തിട്ട് പുതിയ രീതിയിൽ അത് കാണുമ്പോഴത്തേക്കും ശരിക്കും ഒരു സിനിമോട്ടോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് എന്താ തോന്നാറുള്ളത്? നമ്മൾ അതെപ്പോഴും നമുക്ക് കുറച്ചുകൂടി ഒരു ഇംപ്രവൈസ് ചെയ്യാമായിരുന്നു, ബെറ്റർ ആക്കാമെന്നൊക്കെ എപ്പോഴും തോന്നാറുണ്ട്. അല്ല, ക്വാളിറ്റി ഓഫ് ഫിലിം എന്ന് പറയുന്നത് ഫിലിമിലും ഡിജിറ്റലിലും ഫിലിമിൻ്റെ ഒരു അതൊക്കെ ഫിലിമിൽ ചെയ്ത സിനിമകളാണ്. അതിനുശേഷം ഞാൻ ഡിജിറ്റലിലാക്കുന്ന സിനിമ എനിക്കൊന്ന് റൗഡി ആയിരുന്നു ആദ്യത്തെ ഡിജിറ്റൽ. ആണോ? അതുവരെ ഒരു 10-25 സിനിമകളും ഫിലിമിലാണ് ചെയ്തത്. അതിനുശേഷം ബാക്കിയുള്ള അപ്പം അതിൻ്റെ ഫിലിമിൻ്റെ ഒരു ഡെപ്തും അതിൻ്റെ ഒരു ഗ്രെയിനും സ്ട്രക്ചറും ഒക്കെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇപ്പം നമ്മൾ ഇതൊക്കെ നമ്മുടെ കണ്ണങ്ങ് യൂസ്ഡായി പോകും. നമ്മളിപ്പോൾ ഒരു ഉണ്ടല്ലോ, നമ്മളൊരു വീട്ടിൽ കുറേ ദിവസം താമസിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞ് ആദ്യം വേറൊരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലെല്ലാം ബെറ്ററാണെങ്കിൽ പോലും ചിലപ്പം കുറച്ച് സമയം എടുക്കാൻ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതും ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ ഇത് ഡിജിറ്റലിൽ നിന്ന് ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ എല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര അതായത് സിനിമയാണെങ്കിൽ ഇങ്ങനെ, ഡിജിറ്റലാണെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും ഡിജിറ്റലായിട്ട് ഹാപ്പിയായി ജീവിക്കും. എളുപ്പമല്ലേ കാര്യങ്ങളിപ്പം? വളരെ എളുപ്പമല്ലേ, വളരെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാം അല്ലേ? അന്നൊന്നും വ്യൂ ഫൈൻഡർ പോലും ഇല്ലല്ലോ, മറ്റേ മോണിറ്റർ പോലും ഇല്ല. എങ്കിലും എങ്ങനെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളുന്നത്? കാരണം പെട്ടെന്ന് ഒരു ദിവസം ഡിജിറ്റലായി മാറുകയാണല്ലോ ചെയ്തത്. അപ്പോൾ എങ്ങനെ നിങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ട്രെയിനിങ്ങും അത് സ്വയം? ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതൊക്കെ സ്വയം നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളല്ലോ, വലിയൊരു റോക്കറ്റ് സയൻസ് പോലെ ഒന്നുമില്ല ഇതിനകത്ത്. ഇതിനകത്ത് മെയിനായിട്ട് വന്ന വ്യത്യാസം എന്താ? അതിൻ്റെ ഈ ഫിലിമെന്ന് പറയുന്ന സാധനത്തിന് പകരം സെൻസർ എന്ന് പറയുന്ന സാധനമാണ്. അത് സെല്ലുലോയിഡ് എന്ന് പറയുന്ന സാധനത്തിന് പകരം സെൻസർ വന്നു. ബാക്കി സിനിമയുടെ ലാംഗ്വേജ്, ലെൻസുകൾ, മൂവ്മെൻറ്റ് ഇതെല്ലാം സെയിമാണ്. ഈ ഒരു ക്യാപ്ചറിങ് മീഡിയത്തിൽ മാത്രമേ ഒരു വ്യത്യാസം വന്നിട്ടുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ ടെക്നോളജി അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. എങ്കിലും ഇപ്പോൾ കുച്ചുചോത്തയൊക്കെ പോലെയുള്ള ഈ വലിയ ക്യാൻവാസ് ചെയ്ത സിനിമകൾ മോണിറ്റർ പോലും കാണാതെ വൈകുന്നേരം പോയി കിടക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ട്, ഇത് കിട്ടിയ സാധനം എന്താ? ഉറപ്പായിട്ടും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. ചിലപ്പോഴും നമ്മൾ കൊണ്ടുവന്ന ഈ ഫിലിം, ഫോർ എക്സാമ്പിൾ നമ്മൾ കൃഷി ഷൂട്ട് ചെയ്യുമ്പോൾ അന്ന് സിംഗപ്പൂരാണ്. കൃഷി ഫിലിമല്ലേ?
കൃഷി ഫിലിമായിരുന്നു. ആ, ശരി. കൃഷി ഫിലിമായിരുന്നു. അത് സിംഗപ്പൂർ ഷൂട്ട് ചെയ്തു. അപ്പോൾ അവിടെ ഒരു കൊഡാക്കിൻ്റെ ഒരു ചെറിയൊരു ലാബുണ്ട്. ഞാൻ അന്ന് അവരോട് ആവശ്യപ്പെട്ടു നമുക്ക് ഇവിടെ പ്രോസസ്സ് ചെയ്യാം, വെറുതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്റേ വഴി എക്സ്റേ കടത്തി വിടാതെ ഒരു എയർപോർട്ട് സമ്മതിക്കില്ല, ഒന്നും പോകേണ്ട ആവശ്യമില്ല, ചിലപ്പോൾ ഇത് ഫോഗ് ആകാമെന്നൊക്കെ പറഞ്ഞു. അന്ന് അവരത് കേട്ടില്ലായിരുന്നു പ്രൊഡക്ഷൻ. ഒരു പ്രാവശ്യം ഒരു കൊണ്ടുപോയി സാധനം ഫോഗായിട്ടൊരു 3-4 ദിവസത്തെ ഷൂട്ട് നമുക്ക് വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ടി വന്നു ഇവിടെ വെച്ച്. അത് കഴിഞ്ഞപ്പം അവർ അവിടെ തന്നെ പ്രോസസ് ചെയ്യാൻ തുടങ്ങി. അത് പക്ഷേ അതിൽ കാര്യമായ രീതിയിൽ എന്താ പറയണ്ടത്, ഒരു സൂപ്പർ ഹീറോ ആയിട്ടായിരുന്നല്ലോ അദ്ദേഹം. അപ്പം അതിനകത്ത് കുറേ ഈ ടെക്നിക്കൽ സാധനങ്ങൾ അഡീഷണൽ ആയിട്ടൊക്കെ വേണ്ടി വന്നില്ലേ? ഇപ്പം അത് VFX വേണ്ടി വന്നില്ലേ? ഇല്ലേ? അപ്പം VFX ഉള്ള സിനിമകൾ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ? VFX അങ്ങനെ ആ സമയത്ത് VFX വളരെ മിനിമം ആയിരുന്നു, വളരെ കുറച്ചേ ഉള്ളായിരുന്നു. അതങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. അതൊക്കെയായിരുന്നു വലിയൊരു VFX സിനിമ. VFXും പോലെ കേബിൾ ആക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ലായിരുന്നു ഇന്ത്യൻ സിനിമയിൽ. ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് കേബിൾ ആക്ഷൻ വരുന്നത് ഈ കൃഷിയിലാണ്. വലിയ സ്ട്രീറ്റിന്റെ മുകളിൽ കേബിളിൽ കൂടി ഇദ്ദേഹം അതെ, ഇതുപോലെയുള്ള വലിയ ബിൽഡിങ്ങുകളുടെയൊക്കെ മേളിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്ന എല്ലാം ക്രെയിനുകളാണ്, ഇൻഡസ്ട്രിയൽ ക്രെയിൻസ്. അപ്പൊ അത് തന്നെയായിരുന്നു പണ്ടൊക്കെ ഈ സ്പൈഡർമാനിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഹോളിവുഡിൽ. അവരൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. നമ്മളെക്കാളും നമ്മളിവിടെ അന്ന് വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു 30 അടി ഉയരമുള്ള ക്രെയിൻ ഉണ്ട്. സാധാരണ സിനിമയ്ക്ക് ഉപയോഗിക്കുന്ന ക്രെയിൻ 22 ഫീറ്റാണ്. അതിനേക്കാളും കുറച്ചുകൂടെ പൊക്കമുള്ള ഒരു 35 അടി വരെയുള്ളത് കിട്ടും. അതേ വെച്ചിട്ടായിരുന്നു കെട്ട് ഇൻഡസ്ട്രിയൽ ക്രെയിൻ ഉപയോഗിച്ച് ചെയ്യാന്നുള്ളൊരു സംഭവം അതുകൂടിയാണ് വരുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയോ? അത് ആക്ഷൻ ഭാഗങ്ങൾ ആക്ഷൻ ഡയറക്ടറാണല്ലോ ചെയ്യുന്നത്. നമ്മൾ എന്നാലും കുറേ ഡിഫിക്കൽട്ടായിരുന്നു മൊത്തത്തിൽ. ശരി. ആ സിനിമ എന്ന് പറയുന്നത് മൊത്തത്തിൽ എനിക്ക് കാണുമ്പോൾ നമുക്ക് അറിയാം കുറച്ച് പണിയെടുത്തു. അത് സർക്കസ് ടെൻറ്റിൻ്റെ സീക്വൻസ്, അതെല്ലാം ഫയർ, പിന്നെ ഈ സിംഗപ്പൂരിൽ തന്നെയുള്ള മറ്റേ ആ നദിയുടെ മേളിൽ കൂടെയൊക്കെ പോകുന്ന സീനൊക്കെയാണ്. സിംഗപ്പൂർ എവിടെയായിരുന്നു? അത് ആ പാർലമെൻറ്റിൻ്റെ പുറത്ത്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ കാലത്തൊക്കെ വായിച്ച കൃഷി വന്നതിന് ശേഷം സിംഗപ്പൂർ ടൂറിസം എന്ന് പറയുന്നത് 90% എന്തുകൊണ്ട് വളർന്നു അല്ലേ? പിന്നെ അവരിതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു തരും. ഈ സിംഗപ്പൂരിലെ ലൊക്കേഷനിലും അവിടുത്തെ താമസവും. നമ്മൾ ആ ഓർച്ചാർഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റിൽ ഹോളിഡേയിലായിരുന്നു താമസം. ഞങ്ങൾ 2 മാസത്തോളം അവിടെ താമസിച്ചു. അപ്പോൾ അതെല്ലാം ഫ്രീ ആയിരുന്നു. സർക്കാർ അതിൻ്റെ ഗുണം അവർക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി പല രാജ്യങ്ങളും ഇതിനു വേണ്ടി കുറേ നടക്കാൻ തുടങ്ങി. അതെ. ആ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ജോർജിയയിൽ പോകുമ്പോൾ, ഞാൻ ടർക്കിയിൽ നിന്ന് ജോർജിയയിലേക്ക് പോകുന്ന വഴിക്ക് ആ ഇൻഫ്ലൈറ്റ് മാഗസിനിൽ വായിച്ചാണ് ഈ കൃഷി വന്നതിന് ശേഷം ജോർജിയൻ സർക്കാർ ബോംബെയിൽ വന്നിട്ട് സിനിമക്കാരെ വിളിച്ചുകൂടി നിങ്ങൾ ഷൂട്ട് ചെയ്യണം. അങ്ങനെ പലരും വരാറുണ്ട്. ഇപ്പോഴും എല്ലാ വർഷവും ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. 10-40 രാജ്യങ്ങളിൽ നിന്നെങ്കിലും വരാറുണ്ട്. ഭയങ്കര ഓഫേഴ്സും ഒക്കെ ആയിട്ട് വരുന്നത്. 40% ഇത് റിബേറ്റ് എന്ന് പറഞ്ഞപ്പോൾ UK കൊടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരും UK പോകുന്നു. UK പോയി അവിടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 25% അവിടെ ചിലവാകുന്നതിൻ്റെ 25% തിരിച്ചു തരും. നമ്മുടെ ഇന്ത്യക്കാർ അതിബുദ്ധിമാന്മാരായതുകൊണ്ട് പല രീതിയിലും തിരിച്ചു മറിച്ച് എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ന്യൂയോർക്ക് മുതൽ മൗറീഷ്യസ് എല്ലായിടത്തും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏതാ ക്യാമറ കണ്ണിലൂടെ നോക്കുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള രാജ്യം ഏതാ? സന്തോഷം എന്ന ക്യാമറാമാൻ്റെ കണ്ണിലൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലഡാക്കാണ്. ലേ ലഡാക്ക്. അതൊരു ക്യാമറ എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, അതൊരു സ്പിരിച്വൽ ഒരു അവേക്കനിങ് എന്നൊക്കെ പറയുന്നുള്ള ഒരു സ്ഥലം. അവിടെ ചെന്ന് നമ്മളിങ്ങനെ നിന്ന് കഴിയുമ്പോഴേ മനുഷ്യനൊന്നുമല്ല എന്നുള്ളൊരു തോന്നല്, എന്താ ആ ഒരു വല്ലാത്തൊരു ലാൻഡ്സ്കേപ്പാണ്. ഓൾറെഡി പോയിട്ടുണ്ടാവില്ല. അപ്പം അവിടെ അതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ലൊക്കേഷൻ. ശരി. ഇന്ത്യ വിട്ടാലോ? ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ ഇപ്പം യൂറോപ്പിൽ ഒത്തിരി നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ആഫ്രിക്കയിൽ പോയപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ്. ആഫ്രിക്കയിൽ, സൗത്ത് ആഫ്രിക്കയിലും അതിൻ്റെ പരിസരങ്ങളിലും കുറേ, നമീബിയ, മറ്റേ കുറേ സ്ഥലങ്ങളുണ്ട്, എല്ലാം മറന്നുപോയി. ആഫ്രിക്കയാണ് ഇതിനകത്ത് പിന്നീട് നമ്മളെ ഈ പറയുന്ന പോലെ ഒന്ന് ഞെട്ടിക്കുന്ന ലൊക്കേഷൻ. ഞാൻ പണ്ട് ടാൻസാനിയയിൽ പോയിട്ട് ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതുകയും ചെയ്തു, കേരളത്തിൻ്റെ ഹരിതാഭ ഒന്നുമല്ല അല്ലേ, ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലെ ഹരിതാഭ എന്ന് പറയുന്നത് വല്ലാത്ത പച്ചപ്പും ആ മണ്ണിൻ്റെയൊക്കെ നിറം എന്ന് പറയുന്നത് വേറൊരു നിറം. അതെ ശരിയാണ്. അത് പിന്നെ പക്ഷേ യൂറോപ്പ് എന്ന് പറയുമ്പോൾ വേറൊരു രീതിയാണ്. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാലും ഒരുപോലെ തോന്നും. പിന്നെ സിറ്റികളെല്ലാം അതിൻ്റെ ഒരുപോലെ തന്നെ ഇരിക്കും. അതെല്ലാം യൂസ്ഡ് ആവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹിന്ദി സിനിമ നടന്മാർ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഓൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആൾക്കാരൊക്കെയാണല്ലോ. ഇവരുടെയൊക്കെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ഇവിടെ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധം ഷൂട്ട് സമയത്തൊക്കെ ഉണ്ടാവും. മറ്റവരെങ്ങനെയാണ്? കുറച്ച് ടെക്നിക്കൽ ഇത് രീതിയിലാണോ അതോ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാകാറുണ്ടോ? ഇത്രയും ഒരു അടുത്ത ഫ്രണ്ട്ഷിപ്പും ഇതും അവിടെ ഉണ്ടാകാറില്ല. അതിന് കുറച്ച് സമയമെടുക്കും. അതെ കാര്യം അത് ഡെവലപ്പ് ചെയ്ത് വേണമെങ്കിൽ കൊണ്ടുവരാം. അതിനൊക്കെ ശ്രമിച്ച് ഡെവലപ്പ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. നമ്മളതിന് വേണ്ടി ഫോഴ്സ്ഫുള്ളി അങ്ങനെ ശ്രമിക്കാത്തത് കൊണ്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്തില്ല. പക്ഷേ എപ്പോഴും അവർക്കൊരു മ്യൂച്വൽ റെസ്പെക്റ്റും സ്നേഹവും ഇതൊക്കെ ഉണ്ടല്ലോ.
ഇത്രമാത്രം നമ്മുടെ അത് മൊത്തത്തിൽ ഇൻഡസ്ട്രിയുടെ ഒരു ഇതാണ്, ആർട്ടിസ്റ്റ് മാത്രമല്ല. അതായത് നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഇൻഡസ്ട്രി ആയതുകൊണ്ട് അതിനൊരു ഒരു എന്താ പറയുക ഹോംലി ഫീലിംഗ് ഉണ്ട്, ഹോംലി ഫീലിംഗ് ഉണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ ഒരു കുറച്ചുകൂടി വലുതായതുകൊണ്ട് അത് രാവിലെ ആൾക്കാർ വരുന്നു, ഫാക്ടറിയിലേക്ക് കയറുന്നു, ജോലി ചെയ്യുന്നു, പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. ആ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇവർ ഞാൻ പലപ്പോഴും വായിച്ചിട്ടുള്ള ഇപ്പം സൽമാൻ ഖാനെ പോലുള്ളവരൊക്കെ അവർ 11 മണിക്ക് വരൂ, അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? അതുണ്ട്. അതിപ്പോൾ വലിയ സ്റ്റാർസ് എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ അതനുസരിച്ച് നമ്മളിപ്പോൾ സ്റ്റുഡിയോയിലൊക്കെ ആ ഷൂട്ടിങ് പ്രോബ്ലം ഇല്ല. പുറത്താണെങ്കിൽ വിഷയമായിട്ട് വരും. പക്ഷേ അതുവരെയുള്ള സമയത്ത് നിങ്ങൾ വേറെ ഷൂട്ട് ചെയ്യുക, വേറെ എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല, വേറെ മാർഗ്ഗമൊന്നുമില്ല. ഓട്ടത്തിക്കൊണ്ട് വരാൻ സൽമാൻ ഒരിക്കൽ ഞാൻ ജയഹോ എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ അത് കുറേ ഔട്ട്ഡോർ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിയുടെ ബ്രദറാണ് ഡയറക്ടർ, അവരുടെ സ്വന്തം ഫാമിലി പ്രൊഡക്ഷനാണ്. എന്നാൽ പോലും ആൾ ആ സമയത്തേ വരുള്ളൂ. അപ്പം പുള്ളിയെ ഒന്ന് നേരത്തെ കൊണ്ടുവരാനായിട്ട് ബ്രദർ പറയും ഞങ്ങൾ രാവിലെ 6 മണി ഷിഫ്റ്റാന്നൊക്കെ പറയും. ചുമ്മാ കള്ളം പറയുന്നതാണ്. എന്നിട്ട് എന്നെ കണ്ണടിച്ച് കാണിക്കും. എന്തായാലും പുള്ളി ഒരു 9-10 മണിയാകുമ്പോൾ വന്നോട്ടുന്നില്ല, വിഷയമല്ല. അല്ല ഇവരൊക്കെ ലേറ്റായിട്ട് കിടക്കുന്നവരും ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്. പാർട്ടി ആണെങ്കിലും അല്ലാതെയും ഒക്കെ ഒരു ലേറ്റ് സ്ലീപ്പിങ്ങിന്റെ ഒരു പ്രോബ്ലം ആണ്. അതിനകത്ത് അക്ഷയ് കുമാർ മാത്രമേ ഉള്ളൂ കുറച്ച് ഏർലി മോർണിംഗിൽ. പുള്ളി സ്മോൾ ആളാണ്, അടിക്കാറില്ല. പുള്ളി രാവിലെ 7 മണി 8 മണി എന്നൊക്കെ ഹാപ്പി. പക്ഷേ അതുപോലെ 8 മണിയാകുമ്പോൾ പോവുകയും ചെയ്യും. ഒരു 8 മണിക്കൂർ എന്നുള്ള ഒരു സംഭവം ഉണ്ടാവും. അങ്ങനെ ഉണ്ടല്ലേ. അതുപോലെ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ലെജൻഡറി ആക്ടറുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ രീതികളൊക്കെ എങ്ങനെയാണ്? പുള്ളി പറഞ്ഞ പോലെ ഭയങ്കര പങ്ക്ച്വൽ ഒരു നേച്ചറുള്ള ആളാണ്. ഞങ്ങൾ ഒരിക്കലും ഞാൻ വേറെ ഒരു ഇൻ്റർവ്യൂവിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് ബോംബെയിൽ നിന്ന് 3 മണിക്കൂർ ദൂരെ സിൽവാസ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ചിലപ്പോൾ അറിയായിരിക്കും. സിൽവാസയിലാണ് ഷൂട്ട് നടക്കുന്നത്, ഭക്ത് എന്ന് പറഞ്ഞ സിനിമ. അപ്പം അക്ഷയ് കുമാർ, അമിതാഭ് ബച്ചൻ. അപ്പം അവിടെ യൂണിറ്റൊക്കെ തലേദിവസം പറഞ്ഞ പോലെ ഇവിടെ ഒന്ന് താമസിച്ചു. രാവിലെ 7 മണിക്ക് നമ്മൾ സെറ്റിലെത്തുന്നു. അപ്പം പുള്ളി പറഞ്ഞു, അമിത്ജി പറഞ്ഞു ഞാനങ്ങ് ബോംബെയിൽ നിന്ന് വന്നോളാം, ജൂഹിയിൽ നിന്ന്. അപ്പോൾ വണ്ടി ഓടിച്ച് വരിക എന്ന് പറഞ്ഞാൽ 2.5-3 മണിക്കൂർ എടുക്കും. അപ്പം നമ്മൾ 7 മണിക്ക് അവിടെ എത്തണമെങ്കിൽ പുള്ളി ഒരു 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് റെഡിയായി 5 മണിയൊക്കെ ആകുമ്പോൾ വിട്ടാലേ വരുള്ളൂ, 4:30 ആകുമ്പോൾ വിട്ടാലേ. അത് 6:45 ഞാനും ഡയറക്ടറുടെയും വണ്ടി ലൊക്കേഷനിലെത്തി. നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് പുള്ളിയുടെ വണ്ടി അവിടെ വന്ന് നിർത്തി. വെരി സീൻ എന്ന് ചോദിച്ചിട്ട് സീൻ കിതറേ. അതുപോലെയുള്ള പങ്ക്ച്വാലിറ്റിയൊക്കെ പുള്ളിയുടെ സ്റ്റാറ്റസിലുള്ള ഒരാൾക്ക് ഒരു 9 മണിയാകുമ്പോൾ വന്നാലും ആരും പറയില്ല, നത്തിങ്. അതുവരെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ പോകും. പക്ഷെ അതാണ് അതിൻ്റെ ഒരു ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ലെജൻഡ്സ് ആയിട്ട് നിലനിർത്തുന്നതിൻ്റെ ഒരു വേറെ വലിയൊരു സംഭവമാണ്, ആക്ടിങ് മാത്രമല്ല. അതുപോലെ ഈ മലയാള സിനിമ ഇപ്പം നമ്മൾ പലപ്പോഴും വായിക്കുന്ന മലയാള സിനിമയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ. പലരും മലയാള സിനിമയെ പറ്റി എപ്പോഴും സംസാരിക്കും. അപ്പോൾ എനിക്കൊക്കെ അനുഭവം ഉണ്ട്. അപ്പം എനിക്ക് ഏറ്റവും വലിയ അനുഭവം, ഞാനൊരിക്കൽ ഫ്ലൈറ്റ് ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് മ്യാൻമാറിൽ നിന്നുള്ള 2 പേര് കേരളം കാണാൻ വരിക, ബോംബെ എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ കേരളത്തിൽ വരുന്നതന്നെ മലയാള സിനിമ കണ്ട് മോഹിച്ചിട്ടാണ് കേരളം കാണാൻ വരിക, മ്യാൻമാറിൽ നിന്ന്. അത്രയധികം അവിടെയൊക്കെ അവർ കാണുന്നുണ്ട്. അത് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടോ ഇപ്പോഴത്തെ ഒരു അടുത്ത കാലത്ത് അങ്ങനെ ഒരു വലിയ മാറ്റം മലയാള സിനിമ? മലയാള സിനിമ ഇപ്പം പ്രത്യേകിച്ചും ഔട്ട് ഓഫ് ഇന്ത്യയിൽ എനിക്കറിയില്ല, പക്ഷേ ഇന്ത്യയിൽ തന്നെ നോർത്ത് ഇന്ത്യയിലും മറ്റും ആൾക്കാർ വളരെയധികം, പ്രത്യേകിച്ച് കോവിഡ് സമയത്തും ഒക്കെ ആയിട്ട് കണ്ടവാൻ ഇതിൻ്റെ ഒരു റീച്ച് ഒത്തിരി കൂടിയിട്ടുണ്ട്. അങ്ങനെ ആൾക്കാർക്ക് മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായ സിനിമയാണെന്നും വളരെ നല്ല സിനിമകളാണെന്നുള്ളൊരു ബോധ്യം പണ്ട് തൊട്ടേ ഉണ്ട്. ഇപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സമയം തൊട്ട് ഇത് മലയാള സിനിമയ്ക്ക് എപ്പോഴും ഒരു പേരുള്ളതാണ്. അതിപ്പോൾ പുതിയതായിട്ട് പെട്ടെന്നുണ്ടായ ഒരു പേരൊന്നുമല്ല. എങ്കിലും ഇപ്പം സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് അന്നെന്ന് പറഞ്ഞ ഒരു എലൈറ്റ് ക്ലാസ് സിനിമ അങ്ങനെ കാണുന്നവരൊക്കെ ആയിരുന്നു കണ്ടിരുന്നത്. പക്ഷേ ഇപ്പം സാധാരണക്കാർക്ക് പോലും ഇപ്പോഴത്തെ ഇറങ്ങുന്നത്, ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻസ് ഉണ്ട്, അവരൊക്കെ ഈ പറയുന്ന പോലെ മലയാള സിനിമ ആക്ടേഴ്സിനൊക്കെ നല്ല. അതെ അതെ. അപ്പം ഞാനൊരിക്കൽ ബോംബെയിൽ വീട്ടിൽ അവിടെ നമ്മൾ ബീഫൊന്നും അവിടെ അങ്ങനെ വാങ്ങാറില്ല, കഴിക്കാറില്ല. അവിടെ വളരെ അപൂർവമായിട്ട് കിട്ടും ബീഫ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പോത്ത്, ബഫലോ. അപ്പോൾ ഒരിക്കലും ഇതിങ്ങനെ വാങ്ങി, വളരെ റെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കറി വെച്ചുകൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ 1-2 ഫ്രണ്ട്സ് അവിടെ വന്ന് ഇത് കണ്ടിട്ട് അവർ ജല്ലിക്കെട്ട് ഞാൻ എന്താ വിട്ടു, ഇവരെന്തേ പറയുന്നത് ജല്ലിക്കെട്ട്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ജല്ലിക്കെട്ട്. അങ്ങനെ ഒരു സിനിമയെ കുറിച്ചുള്ള ഇത് ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി സ്പ്രെഡ് ആയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നമ്മളെ ഇപ്പം അമിതാഭ് ബച്ചൻ പോലുള്ളവരിലേക്കും ഒക്കെ ഉണ്ടോ? അവരൊക്കെ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അതെ അതെ. അതുകൊണ്ടാണല്ലോ ഒത്തിരി റീമേക്ക് ഇവിടുന്ന് ആൾക്കാരെ അവിടെ വിളിച്ചുകൊണ്ട് സിനിമ ചെയ്യുക. ഞാനിപ്പോൾ ലാസ്റ്റ് ജോസഫിൻ്റെ റീമേക്ക് അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. ജോസഫ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, അത് പത്മകുമാറായിരുന്നു ഡയറക്ടർ. അവിടെയും തന്നെ ചെയ്യുന്നത്, സന്നിധിയോളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് തീർന്നതേ ഉള്ളൂ, പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു. ഈ ജോജു എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു ഗംഭീരമായ നടൻ ചെയ്തു വെച്ച സാധനമാണല്ലോ. സന്നിധിയോളം അതിനൊപ്പം പിടിച്ചോ?
ആ സാന്നിധ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി വേറെ രീതിയാണ്, എന്നാലും വളരെ നന്നായിട്ട് ചെയ്തു. സെറ്റിലായിട്ട് ചെയ്തു. പത്മകുമാറിന്റെ ആദ്യത്തെ ഹിന്ദി അതെ അല്ലേ? അതെ. ശരി. പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ അവിടുത്തെ തന്നെ? അത് സണ്ണി ദിയോളുമായിട്ട് അടുപ്പമുള്ള ഒരു എന്താ പറയുന്നത്, മൂവീസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു പഴയ പരിചയത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. ഈ ഇതൊക്കെ നമ്മുടെ വേറെ കുറച്ച് ഹിറ്റ് സിനിമകൾ അടുത്ത കാലത്ത് വന്നായിരുന്നു സണ്ണി ദിയോളിൻ്റെ തന്നെ ഹിന്ദിയിൽ. അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇനി നമുക്ക് മറ്റ് ഒന്നുണ്ട് കാര്യങ്ങളിലേക്ക് പോയാൽ ഈ അഡ്വർടൈസ്മെൻറ്റ് അതിപ്പോൾ ധാരാളമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ പരിചയപ്പെടുന്ന ശേഷം എനിക്ക് അയച്ചു തന്ന ഒന്നിലൊക്കെ അക്ഷയ് കുമാറൊക്കെയാണ് അഭിനയിച്ചത് അല്ലേ? അപ്പം പരസ്യ സിനിമകളാണോ അതോ ഈ പറഞ്ഞ ഫീച്ചർ ഫിലിം ആണോ എളുപ്പം ഒരു സിനിമാറ്റോഗ്രാഫറെ സംബന്ധിച്ച്? സിനിമ ഷൂട്ട് ചെയ്യാൻ എളുപ്പം എപ്പോഴും പരസ്യം തന്നെയാണ്. പിന്നെ പരസ്യം നമുക്ക് വളരെ ലിമിറ്റഡ് ഇതാണ്, ഒത്തിരി സമയം നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ അതിനുള്ള എന്താ പറയുക ഫെസിലിറ്റീസും ബജറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്രയൊരു ലക്ഷറി സിനിമയ്ക്ക് ഒരിക്കലും കിട്ടാറില്ല. പിന്നെ ഒരു ലോങ് ഇതല്ലേ, ഒരു ടെസ്റ്റ് മാച്ചും 2020 പോലുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ആണെന്ന് തോന്നിയിട്ടില്ല? ഇപ്പം അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ ചെയ്യാവുന്ന ഒരു അവസ്ഥ ആയില്ലേ? ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു നമ്മൾ ശ്രമിച്ചിട്ടില്ല. ഏറ്റവും നമ്മളിപ്പം പെട്ടെന്ന് കേട്ടാൽ അറിയാവുന്ന നാഷണൽ ലെവൽ ആഡ് സന്തോഷ് ചെയ്ത് ഒന്നെണ്ണം പറയാമോ? അങ്ങനെ പറയാനായിട്ട് ഇപ്പം എന്താ പറയുന്നത്, കുറേ സാധനങ്ങൾ ഈ ഹോണ്ട ബൈക്കിൻ്റെ പരസ്യങ്ങൾ, പിന്നെ എനിക്ക് തന്നെ എൽഎക്സ് ആയിട്ട് കുറേ കാര്യം ചെയ്തിട്ടുണ്ട്. വണ്ടികളും ചെയ്തു. വണ്ടി ഹോണ്ടയുടെ ചെയ്തിട്ടുണ്ട്. പിന്നെ LICയുടെ കുറേ പരസ്യങ്ങൾ, നല്ല പരസ്യങ്ങളായിരുന്നു. അത് കുറേ ഉണ്ട്. പിന്നെ ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ മറന്നു ചെറിയതായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് വേറൊരു കാര്യമുള്ളത്, ഹിന്ദി മലയാളം മാത്രമല്ല മറ്റു ഭാഷകളിലും സിനിമ ചെയ്തിട്ടുണ്ട്. മലേഷ്യയിലെ സിനിമ ചെയ്തു, ഖത്തറിൽ ചെയ്തു അല്ലേ? ഖത്തറിൽ അറബിയാണ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടായിരുന്നോ? ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ വേറൊരു കാര്യം വെച്ചാൽ അവരൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒക്കെ തരും നമുക്ക്. പക്ഷേ നമ്മൾ സിനിമയുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സെയിം ആണ് എല്ലായിടത്തും. ഏത് രാജ്യത്ത് ചെന്നാലും ഏത് ഭാഷയാണെങ്കിലും സിനിമയുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സെയിം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വിഷയമില്ല. പിന്നെ ചെറിയ ചെറിയ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്താൽ. അത് ഖത്തർ ഗവൺമെൻറ് തന്നെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. ഖത്തർ ഗവൺമെൻറ്റിൻ്റെ കൾച്ചറൽ മിനിസ്ട്രി അവർ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അവരുടെ ഇതിനകത്ത് നോക്കിയാൽ കാണാം. അപ്പോൾ അതിൽ അഭിനയിച്ചവരും ആദ്യമായിട്ടൊക്കെ അഭിനയിക്കുകയാണോ? അല്ലല്ല, ഈ അവിടെ തിയേറ്ററൊക്കെ ഉണ്ട് കേട്ടോ. തിയേറ്റർ പ്രസ്ഥാനം ഖത്തറിലുണ്ട്. അപ്പോൾ അവിടുത്തെ ഈ മറ്റേ തിയേറ്ററുണ്ട്, ടെലിവിഷനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നടീതണ്ടൊക്കെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതെങ്ങനെ സ്വീകരിക്കപ്പെട്ടു? പിന്നെ അന്വേഷിച്ചിരുന്നു എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു? അതൊരു എന്താ ഫിലിം ഫെസ്റ്റിവൽ ലെവലിലുള്ള സിനിമയായിരുന്നു, അല്ലാതെ തിയേറ്ററിൽ റിലീസ് അങ്ങനെയുള്ള ഒരു സാധനമല്ല. കുറേ അവാർഡുകളൊക്കെ കിട്ടി, ഹാപ്പി ആയിരുന്നു. മലേഷ്യയിൽ എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത്? മലേഷ്യയിൽ എത്തിയത് ഒരു ബോംബെക്കാരൻ ഒരു ഡയറക്ടർ മലേഷ്യയിൽ പോയി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം വഴിയായിട്ടാണ് അവിടെ ചെല്ലുന്നത്. മലയാള ഭാഷയിൽ ആണല്ലേ? അതും ഇപ്പോൾ സിനിമയുടെ ഭാഷ മാത്രമേ നോക്കാൻ പറ്റൂ. അത്രേ ഉള്ളൂ. കൊലാലംപൂരായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ പിന്നീട് മലയാളത്തിലേക്ക് വന്നത് പളുങ്കിൽ വന്നു, നീരാളി അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഈ റെമ്യൂണറേഷനൊക്കെ നോക്കിയാൽ ഭീകര വ്യത്യാസമുണ്ടോ മലയാള സിനിമ ഹിന്ദി സിനിമയായിട്ട്? വ്യത്യാസമുണ്ട്, എന്നാൽ പോലും. പക്ഷേ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ എടുക്കുന്ന സമയമുണ്ടല്ലോ. നമ്മളൊരു ഹിന്ദി സിനിമ ചെയ്ത് തീർത്ത് വരുമ്പോൾ ഒരു 6 മാസം തൊട്ട് 1 വർഷം വരെ എടുക്കും. അത്ര സമയം വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വരുന്നില്ല, രണ്ടും ഒരുപോലെ വരുള്ളൂ. ശരി. ഏറ്റവും കൂടുതൽ സമയം എടുത്ത് ചെയ്ത സിനിമ ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ എടുത്തത് 2 സിനിമകൾ. ഒന്ന് കൃഷ്, 2 സൽമാൻ്റെ ജയ്ഹോ. അതെല്ലാം 120 ദിവസങ്ങളെടുത്തു. 100 ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് പോവാം. പല ഇതായിട്ടാണ് നടക്കുന്നത്, ഷെഡ്യൂൾസ് ആയിട്ടാണ്. ഒരു 15 ദിവസം, പിന്നെ വേറെ 1 മാസം കഴിയുമ്പോൾ വഴിക്ക് അടുത്ത 15 ദിവസം, അങ്ങനെയൊക്കെ പോയി. അപ്പോൾ ഈ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ ഹിന്ദിയിലും അല്ലെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിലും അല്ലെങ്കിൽ കേരളത്തിലും ഇഷ്ടപ്പെടുന്ന സിനിമാറ്റോഗ്രാഫേഴ്സ് ആരാ? സിനിമാറ്റോഗ്രാഫേഴ്സ് എന്ന് പറയാനായിട്ട് ഒത്തിരി ആൾക്കാർ. നമ്മൾ ആദ്യകാലത്ത് നമ്മൾ തുടങ്ങിയ സമയത്തുള്ള സിനിമാറ്റോഗ്രാഫേഴ്സിൽ നമ്മൾ സത്യജിത്രയുടെ സുബ്രത മിത്ര, അശോക് മേത്ത, വിനോദ് പ്രധാൻ, ആ ഒരു ഏരിയയിൽ. നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷാജി സാർ, മധു അമ്പാട്ട്, വേണു സാർ, സന്തോഷ് ശിവൻ, ഇങ്ങനെ ഉള്ളൊരു റേഞ്ച്. പിന്നെ ഇൻ്റർനാഷണലി പറഞ്ഞു കഴിഞ്ഞാലും ഈ യൂറോപ്യൻ ഹോളിവുഡ് സിനിമകളിലെ കുറേ സിനിമാറ്റോഗ്രാഫേഴ്സ് ഉണ്ട്. ഗോർഡൻ വില്ലിസ്, വിക്ടോറിയ സ്റ്റൊറാറോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്.
പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പണ്ടൊക്കെ നമുക്കൊരു സിനിമയെ പറ്റി നമ്മൾ നോക്കുമ്പോൾ തന്നെ ആരാണ് സിനിമാറ്റോഗ്രാഫർ നോക്കും. ഇപ്പോഴത്തെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മലയാള സിനിമയെ സംബന്ധിച്ച് എല്ലാം പുതിയ പിള്ളേരാണല്ലോ. അത് ശ്രദ്ധിക്കാറുണ്ട് പുതിയ മലയാള സിനിമ തന്നെ പലപ്പോഴും വളരെ നമ്മൾ അപൂർവമായിട്ട് ഇത് കണ്ടിട്ട് ഇതിൻ്റെ ആരാണ് സിനിമാറ്റോഗ്രാഫി എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അത് വളരെ അപൂർവമായിട്ട് ഉണ്ടാവാറുള്ളൂ. ആണല്ലേ? അങ്ങനെ അതെനിക്കൊന്ന് സിനിമാറ്റോഗ്രാഫിയിൽ മാത്രമല്ലല്ലോ, പൊതുവെ ഡയറക്ഷനിലാണെങ്കിൽ പോലും അങ്ങനെയല്ലേ. പണ്ട് നമ്മളൊരു ഡയറക്ടറുടെ സിനിമ എന്ന് പറഞ്ഞിട്ട് കാണാൻ പോകുമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ഇതില്ല. ഒരു സിനിമ വരുന്ന അതിൻ്റെ അങ്ങോട്ട് പോവാണ്. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സാധനം എന്താണ് ഒരു പുതിയ തലമുറയുടെ ഒരു സ്വഭാവമായിരിക്കും. തന്നെ ഇപ്പം നിങ്ങളൊക്കെ പൂന ഫിലിം സ്കൂളിലൊക്കെ പഠിച്ചു വന്നു. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഒരു സിനിമയിലൊക്കെ ചുമ്മാ കൂടെ നിന്നിട്ടാണ് ക്യാമറ ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നതൊക്കെ. ആ ഒരു വ്യത്യാസം ഭയങ്കരമായിട്ട് പലപ്പോഴും ഒരു ഫിനിഷിങ്ങിലും ക്വാളിറ്റിയിലൊക്കെ തോന്നാറുണ്ട് നമുക്ക് പലപ്പോഴും കേട്ടോ. പിന്നെ സിനിമ വിജയിച്ചു കഴിഞ്ഞതൊന്നും ആർക്കും ഒരു വിഷയമില്ല. അതാണ് എൻ്റെ തമാശ. ഇത് ഇപ്പം എല്ലാവരും വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ ഉള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് അസിസ്റ്റ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ അവർ ആദ്യം ബയോഡേറ്റ അയക്കുമല്ലോ നമുക്ക്. CV അയക്കുമ്പം അതിൽ ഓൾറെഡി ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ആണ് പറഞ്ഞിട്ടാണ് അയക്കുന്നത്. അപ്പം നിങ്ങൾ ഓൾറെഡി ഒരു ഡയറക്ടർ ഫോട്ടോഗ്രാഫിയാണ്, പിന്നെ എന്തെടുത്ത് ചെയ്യാൻ? അപ്പോൾ അത് ചോദിച്ച് പറഞ്ഞ് വന്നു കഴിയുമ്പോൾ പറഞ്ഞത് അങ്ങനെയല്ല, നമ്മൾ ഷോർട്ട് ഫിലിംസും മ്യൂസിക് വീഡിയോസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത്. ഒരു ലോങ് ഫോർമാറ്റിൽ വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടാണ്. അപ്പോൾ സന്തോഷിൻ്റെ കൂടെ പണ്ട് തൊട്ടേ അസിസ്റ്റ് ചെയ്യുന്നവരൊക്കെ മലയാളികളുണ്ടോ? മലയാളികളായിട്ട് ഇടയ്ക്കൊക്കെ വന്നു പോകാറൊക്കെ ഉണ്ട്. പൊതുവെ അവിടെ നിന്നുള്ളവരും അവർ പിന്നീട് വലിയ സിനിമാറ്റോഗ്രാഫേഴ്സ് വളർന്നവരുണ്ടോ? ഇപ്പം സിനിമാറ്റോഗ്രാഫി ആയിട്ട് വലിയ അങ്ങനെ പേരെടുത്തിട്ടില്ലെങ്കിലും ക്യാമറമാൻമാരായി വർക്ക് ചെയ്യുന്നവരുണ്ട് പലരുണ്ടോ. അപ്പം മക്കളിൽ സിനിമാ താല്പര്യമുള്ളവരുണ്ടോ? രണ്ടും രണ്ടുപേരാണ്. അതെ അതെ, ഒരാൾ ഇപ്പം ഇംഗ്ലീഷിൽ MA കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ ആൾ എഞ്ചിനീയറിംഗിൽ IT ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുക. ഇല്ല, അവർക്ക് രണ്ടുപേർക്കും ഒരു താല്പര്യമില്ല. ഞാൻ പ്രോത്സാഹിപ്പിക്കാനും പോയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? കാരണം നല്ലൊരു മേഖലയല്ലേ സന്തോഷം? മേഖല എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, ഇത് വളരെ ഒരു ലക്കൂടെ ഒരു ഫേവർ ചെയ്യേണ്ട ഒരു മേഖലയാണെന്ന് അറിയാം. കാരണം ഞാൻ എൻ്റെ ഒരു കഴിവുകൊണ്ടോ ഒന്നുമല്ല, ഒരു എന്ത് പറയുന്നത് ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്ന പോലെ അതല്ല ആയിരിക്കാം. കുറച്ചൊക്കെ നമ്മുടെ ടാലൻറ്റ് ഉണ്ടായിരുന്നായിരിക്കാം. എന്നാൽ ഈ ടാലൻ്റൊക്കെ ഉള്ളവർ നമ്മുടെ കൂടെ ഇപ്പോൾ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലോ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം 10 പേരാണ് അവിടുന്ന് പാസ്സാകുന്നത്. ഈ 10 പേരിൽ നമ്മളൊരു 10 വർഷം കഴിയുമ്പോൾ 100 പേര് പാസ്സായിട്ടുണ്ടാവും. ഒരു 10 വർഷത്തെ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 100 പേര് നമ്മൾ കേൾക്കുന്ന എത്ര പേരാണെന്നറിയാം? ഒരു 5 അല്ലെങ്കിൽ 10 പേര്. 100 പേരിൽ 10 പേര്, അതാണ് മാക്സിമം. അത് പൂനെയിൽ വരുന്നവർ. അപ്പോൾ അതല്ലാതുള്ളവരെയൊന്നും നമ്മൾ കൂട്ടുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ റേഷ്യോ. അത് ക്യാമറയാണെങ്കിൽ ബെറ്ററാണ്, അതേസമയം ഡയറക്ഷനിലും മറ്റേതിലേക്ക് ഭയങ്കര. അപ്പോൾ മൊത്തത്തിലൊരു വളരെ എന്താ പറയുന്ന ഒരു നമുക്ക് വിജയസാധ്യത വളരെ മിനിമമാണ്. പക്ഷേ ഇതിനകത്ത് ചെന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ ഇതിനകത്ത് പുറത്ത് വരാനും വലിയ അഡിക്ഷൻ പോലെ അഡിക്ഷനാണിത് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നല്ല അഡിക്ഷൻ ഉള്ളവർക്ക് ഇത് പറ്റത്തുള്ളൂ. അല്ലാതുള്ളവർക്ക് സാധാരണക്കാർക്ക് എന്താ വരുന്ന പ്രശ്നം വെച്ചാൽ ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾക്ക് 2-3 വർഷം കൊണ്ട് ഇതൊക്കെ ആകാവുന്ന രീതി വന്ന് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്ത് കളയരുത്. ഇതൊരു 5 തൊട്ട് 10 വർഷം വരെ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിനുശേഷം പോലും ചിലപ്പോൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ എന്താകും, അങ്ങനെയൊക്കെ വളരെ എന്താ പറയുക, അത്രമാത്രം പാഷനേറ്റ് ആണെങ്കിൽ മാത്രമേ ഈ ഫീൽഡിലേക്ക് വരാവുള്ളൂ എന്ന് പറയാറ്. വരുന്നവരെ ആദ്യം ഒന്ന് പേടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. വെറുതെ അവരുടെ ഒരു 3-4 വർഷം വേസ്റ്റ് ആയി കളഞ്ഞിട്ട് എന്തിനാ പോകുന്നത്? അപ്പോൾ സന്തോഷിൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഈ ഒരു ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് തന്നെ ചെയ്യുന്നതാണോ സിനിമാറ്റോഗ്രാഫിയൊക്കെ നല്ലത്? ഇത് 2 മെത്തേഡുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാതെയും ചെയ്യാം. ഇതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുള്ളവർ അവർക്കുണ്ടാകുന്നൊരു ഗുണമെന്ന് വെച്ചാൽ ഒരു വേൾഡ് വ്യൂ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ഒരു എക്സ്പോഷർ. അതൊക്കെ കുറച്ചുകൂടെ, പിന്നെ ഇതിനെല്ലാം ഒരു ടൈം ബേസ്ഡ് ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഇൻറ്ററാക്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു IIT പഠിച്ച ഒരു എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയും അതല്ലാതെ ഒരു സാധാരണ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചു അല്ലെങ്കിൽ അല്ലാതെ പഠിച്ചു എന്നൊരു വ്യത്യാസം ഉണ്ടല്ലോ. ഒരു വേൾഡ് വ്യൂ എന്ന് ഞാൻ പറയാം, ഒരു വിഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ സെയിം ടൈം അല്ലാതുള്ളവർക്കും ഇത് ഡെവലപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. സിനിമകൾ കണ്ടും മറ്റ് ചെയ്തും ഒക്കെ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവർക്കും ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ കൂടുതൽ സമയമെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി കൂടുതൽ മലയാള സിനിമകൾ സന്തോഷ് തുണ്ടിയുടെ പേര് കാണാൻ സാധിക്കുമോ? അങ്ങനെ സാധിച്ചാൽ കൊള്ളാം. നമ്മുടെ കയ്യിലല്ലേ, നമ്മൾ ഇതൊന്നും അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും. ഈ പറഞ്ഞ പോലെ എനിക്കറിയാം കുറച്ച് ബന്ധങ്ങൾ ഒന്നും അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു ഇൻട്രോവേർട്ടാണെന്ന് സ്വയം പറഞ്ഞ ആളാണ്. അപ്പോൾ എങ്ങനെയാണ് സിനിമയിൽ ബന്ധം നിലനിർത്തുന്നത്? ഇപ്പം മലയാള സിനിമയിൽ പോലും ബന്ധങ്ങളുണ്ടോ?
ഇപ്പം ആദ്യം ചെയ്ത സിബി സാറോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളവരായിട്ട് അല്ലാതെ ഒരു ബന്ധമുണ്ടോ? അങ്ങനെ അല്ലാതെ അധികം ബന്ധങ്ങളൊന്നും അങ്ങനെ ഇല്ല. പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ വിളിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധങ്ങളുള്ളൂ. അല്ലാതെ അങ്ങനെ ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നവരല്ലേ. അപ്പം വിളി വരട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയിലെ പലരും നമ്മുടെ വീഡിയോ കാണുന്നത്. സന്തോഷ് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മലയാള സിനിമയിൽ ഈ പറഞ്ഞ പോലെ പിടിച്ചാൽ കിട്ടാത്ത ആളായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടെന്നുള്ള ഒരു ഒന്ന് ഓർത്താണ്. അപ്പോൾ എന്താണ് ജീവിതത്തിൽ ഒരു സിനിമാറ്റോഗ്രാഫറാണെന്ന് പോലും ആഗ്രഹിക്കാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമകളൊക്കെ ചെയ്തു കഴിഞ്ഞു. എന്താണ് ഒരു അൾട്ടിമേറ്റ് എയിം? സംവിധാനം അങ്ങനെയുള്ള ഉണ്ടോ? സംവിധാനം എന്നുള്ളൊരു എയിം അത് എല്ലാ ടെക്നീഷ്യൻസിനും മനസ്സിലുള്ള സംവിധാനം എന്നുള്ളൊരു ഇതുണ്ട്. അത് തന്നെ ഒരു നല്ല രീതിയിലുള്ളൊരു സെറ്റപ്പ് കഥയും കാര്യങ്ങളൊക്കെ വന്നാൽ ഉറപ്പായിട്ട് അത് മലയാളമായിരിക്കും, ഹിന്ദി ആയിരിക്കും, മലയാളമായിരിക്കും, മലയാളവും ആകാം, ഹിന്ദി ആകാം, എന്തുവേണമെങ്കിലും ചെയ്യാം. നമുക്ക് രണ്ടും വളരെ എന്താ പറയുക വഴങ്ങും. ശരി. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് സംസാരിച്ചപ്പോൾ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ രാജീവ് രവി, അമൽ നീരദ് പലരും ഹിന്ദിയിലൊക്കെ സിനിമ ചെയ്തെങ്കിലും ആരും അവിടെ അങ്ങനെ നിന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ വേണുചേട്ടനാണെന്ന് തോന്നുന്നു പിന്നെയും കുറേയെങ്കിലുമൊക്കെ ഹിന്ദി സിനിമകൾ അല്ലേ ആ സമയത്തൊക്കെ ചെയ്തത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ കണ്ട് കൈയടിച്ച പല ഹിന്ദി സിനിമകളുടെയൊക്കെ പിന്നിൽ സന്തോഷമായിരുന്നു. അതൊരു മലയാളിക്ക് എത്താവുന്ന ഒരു ഉയരത്തിൻ്റെ ഒരു മാക്സിമമാണ് ഹിന്ദി സിനിമയിൽ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പം ആ ഒരു ആളെയാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ നമുക്ക് കൂടെ കിട്ടിയത്. ഉള്ള സന്തോഷമുണ്ട്. എന്തായാലും മലയാള സിനിമ ആവശ്യപ്പെടുന്നുണ്ട് സന്തോഷിനെ. അതുകൊണ്ട് തന്നെ ഇനി തുടർന്ന് മലയാള സിനിമകൾ ധാരാളമായിട്ട് കാണട്ടെ. പക്ഷേ എന്ന് വെച്ചാൽ ഹിന്ദി വിടണം എന്നല്ല, എങ്കിൽ പോലും മലയാള സിനിമയിൽ കൂടുതൽ പേര് കാണട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ കൊച്ചി കണ്ടുകൊണ്ടും കാണാം. പക്ഷേ എനിക്ക് ഇതിനോടൊപ്പം പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എന്താ പറയുന്നത്, ബോംബെയിലായിരിക്കുമ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ ഞാൻ യൂട്യൂബ് കാണുന്നത് ടി വിയിലാണ്. എന്നുവെച്ചാൽ ഇപ്പം എല്ലാം ടി വിയിൽ കാണാൻ പറ്റില്ല നമുക്ക്, സ്മാർട്ട് ടി വിയിൽ. അപ്പോൾ സ്ഥിരമായി നമ്മൾ എന്താ ന്യൂസിൽ കാണുന്നതിൽ കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരുന്നൊരു മുഖമാണിത്. അപ്പം ഞാൻ ബൈജുവൻ നായർന്ന് കണ്ട് ഞാൻ തമാശ പോലെ ഇത് ഇങ്ങനെ പറയാറുണ്ട് ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരാളെ ഇവിടെ വന്നത് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ സന്തോഷ് തുണ്ടിൽ എന്നൊക്കെ നമ്മളെപ്പോഴും ഞാനെപ്പോഴും ഇത്ര എല്ലാ കാര്യം ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ സന്തോഷ് തുണ്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ഏതോ ഒരു മഹാനായ മനുഷ്യൻ, നമുക്ക് ഒരു കാലത്തും കണ്ടുമുട്ടാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ പരിചയമായത്. അപ്പം അതിന് ഈ ബൈജുവിൻ്റെ ഈ യൂട്യൂബ് വീഡിയോകൾക്കുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ആൾ അവതരിപ്പിക്കുന്ന നേച്ചറിൽ നമുക്ക് വീടിനടുത്ത് പരിചയമുള്ള, നമ്മൾ സിനിമയിൽ ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് പറയും, എന്ന് പറഞ്ഞ പോലെ മാൻ നെക്സ്റ്റ് ഡോർ ആൾ വന്ന് കാര്യങ്ങൾ പറയുന്ന പോലുള്ള ഒരു ഫീലിങ്ങിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഉണ്ടാകുന്ന സർക്കാസ്റ്റിക് ഹ്യൂമർ, അത് വളരെ അത് ആ രണ്ടൊരു പോയിന്റും. രണ്ടാമത്തെ പോയിന്റ് പേര് തല്ലിട്ടാൽ ജീവിക്കുന്നതേ ഉള്ളൂ. വണ്ടി കമ്പനിക്കാരാണ് സർക്കാസ്റ്റിക് ഹ്യൂമർ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അത് വളരെ വ്യത്യസ്തമാകാറുണ്ട്. അപ്പം ഞാനെപ്പോഴും വണ്ടിയുടെ കാര്യത്തിലും അല്ലാതെയും കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് കൊച്ചിയിൽ വീണ്ടും കണ്ടുപിടിക്കാം. താങ്ക് യു.